ഹലോ മക്കളെ, നമ്മൾ ഹാലോ അരീൻസിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് കെമിക്കൽ റിയാക്ഷനായ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ 5 എണ്ണമാണ്. ഹാലോജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഫ്രീഡൽക്രാഫ് ആൽക്കൈലേഷൻ, ഫ്രീഡൽക്രാഫ് അസൈലേഷൻ. ഹാലോജനേഷൻ മീൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹാലോജൻ. ഹാലോബെൻസീൻ്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലാണ്. കാരണം നമ്മൾ റെസനേറ്റിംഗ് സ്ട്രക്ചറൊക്കെ വരച്ച സമയത്ത് ഓർത്തോയിലും പാരായിലുമാണ് ഇലക്ട്രോൺ വരുന്നത്. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസാണ്. ഇലക്ട്രോണിനെ ലവ് ചെയ്ത് ഒരു സ്പീഷീസ് വരുമ്പോൾ അതിന് ഒക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസ് ആവശ്യമാണ്. അത് ഹാലോ അരീൻസിൻ്റെ കേസിൽ എവിടെയൊക്കെയാണ്? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ്. ദെൻ നൈട്രേഷനാണ്. നൈട്രേഷൻ നടക്കുന്നത് നൈട്രേറ്റിംഗ് മിക്സ്ചറിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡിൻ്റെയും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയും കൂടെ മിക്സ്ചറിനെ വിളിക്കുന്നു നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന്. നൈട്രേറ്റിംഗ് മിക്സ്ചറിൻ്റെ പ്രസൻസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? NO2 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെൻ മൂന്നാമത്തെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു സൾഫോണേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് SO3H ഗ്രൂപ്പ്. അതായത് നൈട്രേറ്റിംഗ് മിക്സ്ചർ ഉപയോഗിക്കുമ്പോൾ NO2 ഗ്രൂപ്പ് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെയും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയും കൂടെ മിക്സ്ചറാണ്. അതിൽ നിന്നും ആ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിനെ അങ്ങ് മാറ്റുക, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് മാത്രം ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഹാലോബെൻസീൻ്റെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ഏത് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? SO3H ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ അടുത്ത 2 റിയാക്ഷൻസ് ആണ് ഫ്രീഡൽക്രാഫ് ആൽക്കൈലേഷനും ഫ്രീഡൽക്രാഫ് അസൈലേഷനും. ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രീഡൽക്രാഫ് റിയാക്ഷൻ നടക്കുമ്പോൾ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിലായിരിക്കും ആ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ചോദിക്കാം, ഫ്രീഡൽക്രാഫ് ആൽക്കൈലേഷനിൽ അല്ലെങ്കിൽ അസൈലേഷനിൽ അല്ലെങ്കിൽ ഫ്രീഡൽക്രാഫ് റിയാക്ഷനിൽ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ആരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? അതൊരു കാറ്റലിസ്റ്റ് ആണ്. ആ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് ആണ്. ദെൻ ഫ്രീഡൽക്രാഫ് അസൈലേഷനും നമ്മൾ പറഞ്ഞു, ആസിഡ് ക്ലോറൈഡുമായിട്ടോ അൺഹൈഡ്രൈഡുമായിട്ടോ ട്രീറ്റ് ചെയ്യുമ്പോൾ അസൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്താ അസൈൽ ഗ്രൂപ്പ് എന്ന് നമുക്കറിയാം. CO ഗ്രൂപ്പിനെ, കാർബൺ ഹൈഡ്രജൻ കൂടാതെ ഒരു CO ഗ്രൂപ്പും കൂടെ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അസൈൽ ഗ്രൂപ്പ്. ഇത്രയുമാണ് നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹാലോ അരീൻസ് പറഞ്ഞത്. ഹാലോ അരീൻസിൻ്റെ വേറെ കുറച്ച് കെമിക്കൽ പ്രോപ്പർട്ടീസാണ് നമ്മൾ പറയുന്നത്. ഹാലോ അരീൻസ് കോപ്പർ പൗഡറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതാ നോക്കാം. ഹാലോ അരീൻസ് എന്ന് പറയുമ്പോൾ ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ, അയോഡോബെൻസീൻ. ഇതിൽ അയോഡോബെൻസീനെ കോപ്പർ പൗഡറുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ആൻ ആൽക്കെയിൻ വിത്ത് ടോയ്സ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പഠിച്ചിട്ടില്ലേ? ആ റിയാക്ഷൻ്റെ പേരെന്തായിരുന്നു? വുഡ്സ് റിയാക്ഷൻ എന്നായിരുന്നു. ഇവിടെ ആൽക്കൈൽ അയോഡൈഡിനെ, ഹാലോ അരീൻസിനെ, അയോഡോബെൻസീനെ കോപ്പർ പൗഡറുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അയോഡോബെൻസീൻ 2 മോളിക്യൂൾ എടുക്കുക. നമ്മൾ വുഡ്സ് റിയാക്ഷനിൽ നമ്മളോട് ആരും പറഞ്ഞില്ല. അല്ലാതെ തന്നെ ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്ത സമയത്ത് നമ്മൾ 2 മോളിക്യൂൾ എടുത്തു. ആസ് എ റിസൾട്ട് നമുക്ക് ആൽക്കെയിൻ വിത്ത് ടോയ്സ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം കിട്ടി. ഇവിടെയും അതുപോലെ അയോഡോബെൻസീനെ കോപ്പറുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് 2 മോളിക്യൂൾ അയോഡോബെൻസീൻ എടുക്കുക. ഇവിടെ നിന്നും 2Cu2I2 ആയിട്ട് അല്ലെങ്കിൽ 2Cui ആയിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോവാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ 2 ഫിനൈൽ ഗ്രൂപ്പ് ചേർന്നിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ബൈഫിനൈൽ. എന്താ ഇതിൻ്റെ പേരെന്താ? ബൈഫിനൈൽ ഓർ ഡൈ അരൈൽ എന്ന് വിളിക്കും. ഡൈ അരൈൽ. 2 അരൈൽ ഗ്രൂപ്പ് ചേർന്ന് നിൽക്കും. മനസ്സിലായോ? ഹാലോബെൻസീനെ, അയോഡോബെൻസീനെ കോപ്പർ പൗഡറുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബൈഫിനൈലാണ് അല്ലെങ്കിൽ ഡൈ അരൈലാണ്. ഈ റിയാക്ഷൻ്റെ പേരാണ് ഉൾമാൻ റിയാക്ഷൻ. എന്താണ്? ഉൾമാൻ
റിയാക്ഷൻ. അപ്പോൾ ഹാലോ ബെൻസീനെ അയഡോ ബെൻസീനെ കോപ്പർ പൗഡറുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ ബൈഫിനൈൽ കിട്ടുന്നു. ഈ റിയാക്ഷൻ ഏത് റിയാക്ഷനാണ്? സൻമേയസ് ആണോ, ഗട്ടർമാൻ ആണോ, ഗട്ടർമാൻ കോച്ച് ആണോ, ഉൾമാൻ ആണോ? ഏത് റിയാക്ഷനാ? ഉൾമാൻ റിയാക്ഷനാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഹാലോ അരീൻസിൻ്റെ അയഡോ ബെൻസീൻ്റെ കോപ്പർ പൗഡറുമായിട്ടുള്ള റിയാക്ഷൻ. നെക്സ്റ്റ് നോക്കിയേ, റിയാക്ഷൻ വിത്ത് മഗ്നീഷ്യം. നമ്മൾ ആൽക്കീൽ ഹാലൈഡിനെ മഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കീൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ RX ആണ്. ആൽക്കീൽ ഹാലൈഡിനെ മഗ്നീഷ്യവുമായിട്ട് ഈതറിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ നമുക്കറിയാം ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡിൻ്റെ പേരെന്താ? ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡിൻ്റെ പേരാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. നമുക്ക് കിട്ടുന്നത് എന്താണ്? ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. ഇതേപോലെ തന്നെയാണ് അരൈൽ ഹാലൈഡിനെ മഗ്നീഷ്യവുമായിട്ട് ഈതറിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? അരൈൽ മഗ്നീഷ്യം ഹാലൈഡാണ്. ഇതും എന്ത് തന്നെയാണ്? ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടാണ്. അരൈൽ മഗ്നീഷ്യം ഹാലൈഡാണ്. ഇതെന്താണ്? ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടാണ്. ഇറ്റ് ഈസ് ഓൾസോ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഇതും എന്ത് തന്നെയാ? ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് തന്നെയാ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, റിയാക്ഷൻ വിത്ത് ലിഥിയം. ആൽക്കൈൽ ഹാലൈഡിനെ അരൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ ബ്രോമോ ബെൻസീനോ ക്ലോറോ ബെൻസീനോ ആകാം. അരൈൽ ഹാലൈഡിനെ ലിഥിയവുമായിട്ട് ട്രീറ്റ് ചെയ്യുക, ഈതറിൻ്റെ പ്രസൻസിലാകാം. ലിഥിയവുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് 2 ലിഥിയം അല്ലേ ഇവിടെ ഉള്ളത്? ഒരു ലിഥിയവും Br-ഉം കൂടെ ചേർന്ന് ലിഥിയം ബ്രോമൈഡായിട്ട് പോകും. ബ്രോമിൻ പോയിടത്തേക്ക് രണ്ടാമത്തെ ലിഥിയം വരും. ഇത് പ്യുവർലി ഓർഗാനോ മെറ്റാലിക് ആണ്. പ്യുവർലി ഓർഗാനോ മെറ്റാലിക് ആണ്. കാരണം കാർബൺ മെറ്റൽ ബോണ്ട് അവിടെ പുതുതായിട്ട് ഉണ്ടാകുകയാണ്. അരയിൽ ലിഥിയമായിട്ട് മാറുകയാണ്. അപ്പം ലിഥിയമായിട്ടുള്ള റിയാക്ഷൻ്റെ കേസിൽ ഇങ്ങനെയാണ്. മഗ്നീഷ്യം ആണെങ്കിൽ എന്തുണ്ടാവും? മഗ്നീഷ്യം ഹാലൈഡായിട്ട് മാറും, ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ട് മാറും. കോപ്പറുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ 2 അരയിൽ ഗ്രൂപ്പ് ചേർന്നിരിക്കും. കോപ്പറുമായിട്ടുള്ള റിയാക്ഷൻ്റെ പേരാണ് ഉൾമാൻ റിയാക്ഷൻ. തിരിഞ്ഞു പോവല്ലേ മക്കളെ? ഇതാ നോക്കിയേ, പല മെറ്റലുമായിട്ട് പല രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഇതാ നോക്കിയേ, അയഡോ ബെൻസീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോപ്പർ പൗഡർ ആണെങ്കിൽ അരൈൽ ബെൻസീൻ്റെ കൂടെ അയഡോ ബെൻസീൻ്റെ കൂടെ കോപ്പർ പൗഡർ ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ബൈ അരയിലായിരിക്കും. ഈ റിയാക്ഷൻ്റെ പേരെന്താ? ഉൾമാൻ റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ പേരാണ് ഉൾമാൻ റിയാക്ഷൻ. ഓക്കെ ആണല്ലോ? ഇനി ഇതേ അരൈൽ ഹാലൈഡിൻ്റെ കൂടെ സാധാരണ അയഡോ ബെൻസീന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോറോ ബെൻസീനോ ബ്രോമോ ബെൻസീനോ ആണ്. ഇതിൻ്റെ കൂടെ മഗ്നീഷ്യം എന്ന് പറയുന്ന മെറ്റലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് അരൈൽ മഗ്നീഷ്യം ഹാലൈഡ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. ഇനി അരൈൽ ഹാലൈഡിൻ്റെ കൂടെ ലിഥിയമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അരൈൽ ലിഥിയം ആയിരിക്കും കിട്ടുന്ന പ്രോഡക്റ്റ്. ഓരോ മെറ്റലുമായിട്ട് ഓരോ രീതിയിലാണ് റിയാക്ട് ചെയ്തത്. അപ്പം മഗ്നീഷ്യമായി, കോപ്പറായി, ലിഥിയമായി. ഇനി സോഡിയം മെറ്റലുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. അതൊക്കെ നമ്മുടെ അരൈൽ ഹാലൈഡ്, അതായത് ക്ലോറോബെൻസീൻ അല്ലെങ്കിൽ ബ്രോമോബെൻസീനെ സോഡിയം മെറ്റലുമായിട്ട് ഈഥറിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക. സോഡിയം മെറ്റലുമായിട്ട് ആരുടെ പ്രസൻസിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഈഥറിൻ്റെ പ്രസൻസിൽ. മക്കളെ, അയഡോ ബെൻസീനെ കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്ര മോളിക്കൂൾ അയഡോ ബെൻസീൻ എടുക്കണമെന്നാണ് പറഞ്ഞേ? 2 മോളിക്കൂൾ. അയഡോ ബെൻസീൻ കോപ്പറുമായിട്ടുള്ള റിയാക്ഷൻ്റെ പേരെന്താ? ഉൾമാൻ റിയാക്ഷൻ. ഇവിടെ നമ്മുടെ ക്ലോറോ ബെൻസീൻ അല്ലെങ്കിൽ ബ്രോമോ ബെൻസീനെ സോഡിയം മെറ്റലുമായിട്ട്, കോപ്പർ മെറ്റൽ അല്ല, പിന്നെ പകരം എന്താണ്? സോഡിയം മെറ്റലുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ വുഡ്സ് റിയാക്ഷനിൽ എടുത്ത പോലെ തന്നെ ഇവിടെയും അരൈൽ ഹാലൈഡ് എത്ര എണ്ണം എടുക്കുക? 2 എണ്ണം എടുക്കുക. 2 എണ്ണം എടുക്കുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇവിടെ എണ്ണയും 2 എണ്ണം എടുക്കുക. എന്ത് പോവും? 2 NaBr പോകും. 2 NaBr പോയാൽ എന്താ കിട്ടുന്നേ? ബൈ അരയിലല്ലേ കിട്ടുന്നേ? നോക്കിയേ, ഉൾമാൻ റിയാക്ഷനിൽ നമ്മളെടുത്തത് ഹാലോ അരീൻസ് ആണ്, കിട്ടിയത് ബൈ അരയിലാണ്. ഉപയോഗിച്ച റിയേജൻ്റ് ആരായിരുന്നു? കോപ്പർ പൗഡർ ആയിരുന്നു. ഹാലോ ബെൻസീൻ്റെ കൂടെ കോപ്പർ പൗഡർ ഉപയോഗിച്ചാലും ഹാലോ ബെൻസീൻ്റെ കൂടെ സോഡിയം മെറ്റലാണ് ഉപയോഗിക്കുന്നതെങ്കിലും കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്നാണ്. രണ്ടിടത്തും എടുക്കുന്ന ആളൊന്നാണ്,
കിട്ടുന്ന ആളും സെയിം ആണ്. പിന്നെ ആരാ മാറുന്നേ? മെറ്റൽ മാറുന്നു. കോപ്പർ പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ റിയാക്ഷനെ ഉൾമാൻ റിയാക്ഷൻ എന്നും, അതല്ല സോഡിയം മെറ്റലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആൽക്കൈൽ ഹാലൈഡിൻ്റെ കൂടെ സോഡിയം മെറ്റൽ ഉപയോഗിച്ചാൽ ആ റിയാക്ഷൻ്റെ പേര് വുഡ്സ് റിയാക്ഷൻ എന്നായിരുന്നു. എന്നാൽ അരൈൽ ഹാലൈഡിൻ്റെ കൂടെ സോഡിയം മെറ്റൽ ഉപയോഗിച്ചാൽ ആ റിയാക്ഷൻ്റെ പേരാണ് ഫിറ്റിക് റിയാക്ഷൻ. റിയാക്ഷൻ്റെ പേരെന്താ? ഫിറ്റിക് റിയാക്ഷൻ എന്നാ. ക്ലിയർ ആയോ? ഉൾമാൻ റിയാക്ഷൻ ആയിക്കോട്ടെ ഫിറ്റിക് റിയാക്ഷൻ ആയിക്കോട്ടെ ആരുടെ പ്രിപ്പറേഷനാ? 2 അരൈൽ ഗ്രൂപ്പിൻ്റെ പ്രിപ്പറേഷനാ. എവിടെ നിന്നാ? ഹാലോബെൻസീനിൽ നിന്നാ. ഹാലോബെൻസിൻ്റെ കൂടെ കോപ്പർ ഉപയോഗിച്ചാൽ ആ റിയാക്ഷൻ്റെ പേര് ഉൾമാൻ റിയാക്ഷൻ. ഹാലോബെൻസിൻ്റെ കൂടെ സോഡിയം മെറ്റലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ റിയാക്ഷൻ്റെ പേര് ഫിറ്റിക് റിയാക്ഷൻ. ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ആവല്ലേ? ഇനി അടുത്ത നോക്കിയേ. അരൈൽ ഹാലൈഡിനെ സോഡിയം മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒരു ആൽക്കൈൽ ഹാലൈഡും കൂടെ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ആൽക്കൈൽ ഹാലൈഡും തന്നിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അരൈൽ ഹാലൈഡിനെ സോഡിയം മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് എത്ര പ്രോഡക്റ്റ് എന്താ കിട്ടുന്നേ? ബൈ അരൈൽ കിട്ടും. ഈ റിയാക്ഷൻ്റെ പേരെന്താ? ഫിറ്റിക് റിയാക്ഷൻ. ഇനി ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കീൻ വിത്ത് ട്വൈസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം കിട്ടും. ഈ റിയാക്ഷൻ്റെ പേരാണ് വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ വുഡ്സ് റിയാക്ഷൻ, അരൈൽ ഹാലൈഡ് സോഡിയം മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ ഫിറ്റിക് റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡും അരൈൽ ഹാലൈഡും സോഡിയം മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയും ഒരു ചാൻസ് ഇല്ലേ? 2 ചാൻസ് സെപ്പറേറ്റ് ഉണ്ട്. അരൈൽ ഹാലൈഡ് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്ത് ബൈ അരൈൽ കിട്ടാം, അതായത് ഫിറ്റിക് റിയാക്ഷൻ നടക്കാം. ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കൈൻ കിട്ടാം, ദാറ്റ് ഈസ് വുഡ്സ് റിയാക്ഷൻ നടക്കാം. അടുത്ത ചാൻസ് എന്താ? ആൽക്കൈൽ ഹാലൈഡും അരൈൽ ഹാലൈഡും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് ആൽക്കൈൽ അരീൻ കിട്ടാം. ഇവിടുത്തെ CH3 BR പോയി, ഇവിടെ നിന്നും BR പോയി. ആസ് എ റിസൾട്ട് CH3 ഗ്രൂപ്പ് ഇങ്ങോട്ട് വന്ന് ബോണ്ട് ഫോം ചെയ്തൂടെ? ആൽക്കൈൽ അരീൻ കിട്ടാം. ഇത് ഫിറ്റിക് റിയാക്ഷൻ, ഇത് വുഡ്സ് റിയാക്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ചേർന്നേല്ലയോ? അതുകൊണ്ട് ഈ റിയാക്ഷൻ്റെ പേരാണ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. എന്താ? വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണേ. 2 ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന റിയാക്ഷൻ വുഡ്സ് റിയാക്ഷൻ. അരൈൽ ഹാലൈഡ് സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഫിറ്റിക് റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡും അരൈൽ ഹാലൈഡും സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. അരൈൽ ഹാലൈഡ് കോപ്പർ പൗഡറുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഉൾമാൻ റിയാക്ഷൻ. ക്ലിയർ ആയോ? എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവരുതേ. ഹാലോ അരീൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഗ്നീഷ്യൂ ആയിട്ട് റിയാക്ട് ചെയ്താൽ എങ്ങനെയാ? സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്താൽ എങ്ങനെയാ? ലിഥിയവുമായിട്ട് റിയാക്ട് ചെയ്താൽ എങ്ങനെയാണ്? കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്താൽ എങ്ങനെയാണ്? ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയുമാണ് മെറ്റൽസുമായിട്ടുള്ള ഹാലോ അരീൻസിൻ്റെ റിയാക്ഷൻസ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഹാലോ ആൽക്കെയിൻ, ഹാലോ അരീൻസ്, പ്രിപ്പറേഷൻ, IUPAC നോമൻക്ലേച്ചർ, ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞേക്കുക. ഇനി നമ്മൾ പറയാനുണ്ട് സ്റ്റീരിയോ കെമിസ്ട്രിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഓർഗാനിക്കിൻ്റെ ഒരു ചാപ്റ്റർ പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓർഗാനിക് എപ്പോഴും ചെയ്യുമ്പോൾ ഓർഗാനിക്കിലെ കംപ്ലീറ്റ് ചാപ്റ്റർ പഠിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയഡോഫോം ടെസ്റ്റും അയഡിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരിക്കും ഇത് ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് നമ്മുടെ ഈ ഹാലോ കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതല്ല. എന്നാൽ ചോദിക്കും അതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? കാരണം പോളി ഹാലജൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അയഡോഫോം എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് വെച്ച് പറയാൻ പറ്റും. പക്ഷേ ശരിക്കും ഇത് പഠിക്കുന്നത് സെക്കൻഡ് ചാപ്റ്ററിലും തേർഡ് ചാപ്റ്ററിലുമായിട്ടാണ്. അതുകൊണ്ട് മാക്സിമം കംപ്ലീറ്റ് ആക്കുക. നമ്മുടെ തിയറി പോർഷൻ, ഓർഗാനിക്കിൻ്റെ തിയറി പോർഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ ഫുൾ ക്വസ്റ്റ്യനും ചെയ്യാൻ നിൽക്കാവൂ. എന്നിരുന്നാൽ മാത്രമേ നമുക്കത് പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഉള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ പോവും. അയ്യോ, ഫസ്റ്റ് ചാപ്റ്ററിൽ എനിക്ക് ഇത്രയല്ലേ കിട്ടിയുള്ളൂ, ഈ ക്വസ്റ്റ്യനൊക്കെ എവിടെ കിടക്കുന്നു, ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ഒന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലല്ലോ, ടീച്ചർ പഠിപ്പിച്ചപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മുടെ കോൺഫിഡൻസ് പോവും. അതേസമയം നമ്മൾ ഇത്രയും ചാപ്റ്റർ 4 or 5 ചാപ്റ്റർ മൊത്തം പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്ക്, നമ്മൾ നല്ല ഈസി ആയിട്ട് നമ്മളതങ്ങ് ചെയ്തു പോകും. എന്നിരുന്നാലും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാതെ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ നോക്കിയേ,
tertiary alkyl halides are practically inert to substitution by SN2 mechanism because of tertiary alkyl halide CH3, C, CH3, CH3, Cl. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതിനെ അറ്റാച്ച് ചെയ്ത് 3 കാർബൺ ആറ്റം ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്. നമ്മൾ SN2 മെക്കാനിസത്തിൻ്റെയും SN1 റിയാക്ഷൻ്റെയും റിയാക്ടിവിറ്റിയുടെ ഓർഡർ പഠിച്ചിട്ടുണ്ട്. SN1 റിയാക്ഷൻ ആണെങ്കിൽ റിയാക്ടിവിറ്റി ഓർഡർ ടെർഷ്യറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി. കാരണം SN1 റിയാക്ഷൻ 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു കാർബോകാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകുന്നു. ആ ഉണ്ടാകുന്ന കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ടെർഷ്യറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ആയതുകൊണ്ട് സ്റ്റെബിലിറ്റി ഓർഡർ ഓഫ് കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ വെച്ചിട്ടാണ് SN1 റിയാക്ഷൻ്റെ എന്ത് പറയുന്നത്, റിയാക്ടിവിറ്റി പറയുന്നത്. എന്നാൽ SN2 മെക്കാനിസത്തിൽ നമ്മൾ പറയുന്നുണ്ട് റിയാക്ടിവിറ്റി ഓർഡർ എന്ന് പറയുന്നത് പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെർഷ്യറി ആണ്. കാരണം SN2 മെക്കാനിസം നടക്കുന്ന ഒറ്റ സ്റ്റെപ്പിലാണ്. കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിനോടൊപ്പം കാർബൺ ന്യൂക്ലിയോഫിലിക് ബോണ്ട് ഫോം ചെയ്യുകയാണ്. ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് ബാക്ക് സൈഡിലൂടെയാണ്. ന്യൂക്ലിയോഫൈലിൻ്റെ അറ്റാക്കിനെ, ബാക്ക് സൈഡിലൂടെയുള്ള ഫൈലിൻ്റെ അറ്റാക്കിനെ ഈ നമ്മുടെ കാർബണാറ്റത്തിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് തടസ്സം സൃഷ്ടിക്കും. ദാറ്റ് മീൻസ് ബാക്ക് സൈഡ് അറ്റാക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ബൾക്കി ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ തടസ്സത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റെറിക് ഇഫക്റ്റ് അല്ലെങ്കിൽ സ്റ്റെറിക് ഹിൻഡറൻസ്. അപ്പോൾ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിൽ 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ 3 ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെറിക് ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പുകളാണ്, സ്റ്റെറിക് ഹിൻഡറൻസ് ഉള്ള ഗ്രൂപ്പുകളാണ്. ആസ് എ റിസൾട്ട് ബാക്ക് സൈഡ് അറ്റാക്ക് ഓഫ് ന്യൂക്ലിയോഫൈലിനെ ഇത് എന്ത് ചെയ്യും, ഹിൻഡർ ചെയ്യും. അതുകൊണ്ടാണ് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് SN1 മെക്കാനിസത്തിൽ ലീസ്റ്റ് റിയാക്റ്റീവ് ആണെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഓപ്ഷനിലോട്ട് നോക്കിയോ. സ്റ്റെറിക് ഹിൻഡറൻസ്, ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഇൻസ്റ്റെബിലിറ്റി, ഇൻസോല്യൂബിലിറ്റി. എന്താണ് കാരണം? സ്റ്റെറിക് ഹിൻഡറൻസ് ആണ്. നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ സ്റ്റെറിക് ഹിൻഡറൻസ് മുഖേനയാണ് SN2 മെക്കാനിസത്തിൽ റിയാക്ടിവിറ്റി കുറഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഇൻ SN2 റിയാക്ഷൻ. SN2 റിയാക്ഷനിൽ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡർ അറേഞ്ച് ചെയ്യുക. ഇന്നലത്തെ ക്ലാസ്സിൽ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ SN2 SN1നെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ SN2 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താ നോക്കിയേ, CH3 CO CH2 Br, CH3 CH2 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 Br, CH3 CH3 CH2 Br, CH3 CHBr CH2 CH3. മക്കളെ, എടുത്തിരിക്കുന്നതെല്ലാം ആൽക്കൈൽ ഹാലൈഡാണ്. ഫസ്റ്റ് അവിടെ നിൽക്കട്ടെ. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത ഒരു കാർബൺ ആറ്റം, സോ ഇറ്റ് ഈസ് എ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത ഒരു കാർബൺ ആറ്റം, ഇറ്റ് ഈസ് ഓൾസോ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്. പക്ഷേ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിലെ ബീറ്റ പൊസിഷനിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അടുത്ത ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് 2 കാർബൺ ആറ്റം, സോ ഇറ്റ് ഈസ് എ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്. ഫസ്റ്റ് പൊസിഷൻ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബണേ ഉള്ളൂ, ഇത് പ്രൈമറി ആണ്. പക്ഷേ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ പേര് ആൽഫ കാർബൺ, തൊട്ടടുത്ത കാർബൺ ബീറ്റ കാർബൺ, CO ഗ്രൂപ്പാണ്. നമ്മൾ പറഞ്ഞു SN1 റിയാക്ഷനിൽ ബീറ്റ പൊസിഷനിൽ കാർബണൈൽ ഗ്രൂപ്പ് വന്നാൽ ഇത് സ്ലോ ആയിട്ട് മാറും. SN1 റിയാക്ഷൻ എന്തായിട്ട് മാറും? സ്ലോ ആയിട്ട് മാറും. SN2 മെക്കാനിസത്തിൻ്റെ കേസിൽ ബീറ്റ കാർബൺ ഡബിൾ ബോണ്ട് ആണെങ്കിലോ, ബീറ്റ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ, ബീറ്റ കാർബൺ CO ഗ്രൂപ്പ് ആണെങ്കിലോ, ബീറ്റ കാർബണിൽ ഹെറ്ററോ ആറ്റം വന്നാലോ റിയാക്ടിവിറ്റി എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞേ? കൂടും. SN1ൻ്റെ കേസിൽ ബാക്കി 3 കണ്ടീഷനും SN1 ഫാസ്റ്റർ ആവും.
പക്ഷേ CO ഗ്രൂപ്പ് വന്നാൽ SN1 റിയാക്ഷൻ എന്ത് ചെയ്യും? സ്ലോ ചെയ്യും. പക്ഷേ SN2ൻ്റെ കേസിൽ CO ഗ്രൂപ്പ് വന്നാൽ SN2ൻ്റെ റിയാക്ടിവിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പ്രൈമറിയും ഇത് സെക്കൻഡറിയുമാണ്. നമുക്കറിയാം SN2ൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി എന്നാണ്. സെക്കൻഡറി എന്തായാലും പ്രൈമറിയേക്കാൾ ലീസ്റ്റ് റിയാക്റ്റീവാണ്. ഈ 4 എണ്ണത്തിൽ ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഈ സാധനമല്ലേ? D അല്ലേ? കാരണം സെക്കൻഡറിയാണ്. അതുകൊണ്ട് അതിനെ അങ്ങ് മാറ്റി വെച്ചേക്കുക. ബാക്കി 3 പേരും എന്താണ്? പ്രൈമറിയാണ്. പ്രൈമറിയിൽ തന്നെ ബീറ്റ കാർബൺ CO ഗ്രൂപ്പ് ആയാൽ റിയാക്ടിവിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പോൾ മോസ്റ്റ് റിയാക്റ്റീവ് ആരാണ്? A ആണ്. അപ്പോൾ മോസ്റ്റ് റിയാക്റ്റീവ് Aയും ലീസ്റ്റ് റിയാക്റ്റീവ് ആരുമാണ്? 4ഉം ആണ്. ഇനി ഇവരിൽ 2 പേരും ആര് വരും? നമ്മളിനി ഒരു കാര്യം ചെയ്യുക, എല്ലാം കണ്ടുപിടിച്ച് സമയം കളയുന്നതിലും നല്ലത് മോസ്റ്റും ലീസ്റ്റും ഇത് വന്നിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. A മോസ്റ്റ് റിയാക്റ്റീവ് ആകണം. A മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരെണ്ണമല്ലേ തന്നിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും Bയും Cയും ഒക്കെ അല്ലേ മോസ്റ്റ് റിയാക്റ്റീവ്? ഓക്കെയാണോ? ദെൻ A ഓക്കെയാണ്. ഇനി അടുത്ത നോക്കാം. ഇവരിൽ 2 പേരിൽ ആരാണ് മോസ്റ്റ് റിയാക്റ്റീവ്? ഇവിടെ ലീസ്റ്റ് റിയാക്റ്റീവ് D തന്നെയല്ലേ? അതെ, ലീസ്റ്റ് റിയാക്റ്റീവ് D തന്നെയാണ്. ഇനി Bയിലും Cയിലും ആരാണ്? നമ്മൾ പറഞ്ഞു ബീറ്റ പൊസിഷനിൽ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാൽ, അതായത് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സ്റ്റെറിക് ഹിൻഡറൻസ് കൂടും. SN2 റിയാക്ഷനിൽ സ്റ്റെറിക് ഹിൻഡറൻസ് കൂടിയാൽ ബാക്ക് സൈഡ് അപ്രോച്ച് നടക്കത്തില്ല, ബാക്ക് സൈഡ് അറ്റാക്ക് ഓഫ് ന്യൂക്ലിയോഫൈല് നടക്കത്തില്ല. ഇവർ 2 പേരും പ്രൈമറിയാണ്. പക്ഷേ ഇവിടെ ബീറ്റ പൊസിഷനിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. SN2 റിയാക്ഷൻ സ്ലോ ആകും. അപ്പോൾ A ആണ് മോസ്റ്റ്, അത് കഴിഞ്ഞാൽ B, അത് കഴിഞ്ഞ് C, അത് കഴിഞ്ഞ് ആര് വരൂ? D വരത്തുള്ളൂ. ആൻസർ ഏതാ? A ഗ്രേറ്റർ ദാൻ, B ഗ്രേറ്റർ ദാൻ, C ഗ്രേറ്റർ ദാൻ D. സോ നമ്മുടെ ആൻസർ ഈസ് 2. ഓക്കെ. നെക്സ്റ്റ്, which of the following is the correct order of decreasing SN2 reactivity? SN2 റിയാക്ടിവിറ്റിയുടെ കറക്റ്റ് ഓർഡർ പറയുക. RCH2X, R3CX, R2CHX എല്ലാം ഒരേ സാധനമല്ലേ പറഞ്ഞേക്കുന്നത്? അതെ. RCH2X, R എന്ന് പറയുമ്പോൾ കാർബൺ ഹൈഡ്രജൻ ആണ്. ഇതാ നോക്കാം, കാർബൺ ഹൈഡ്രജൻ ഗ്രൂപ്പാണ് R എന്ന് പറയുമ്പോൾ. RCH2X ആണ്. അടുത്ത R3CX ആണ്. നെക്സ്റ്റ് R2CHX ആണ്. ഈ 3 കോമ്പൗണ്ട് അല്ലേ പറഞ്ഞേക്കുന്നത്? SN2 റിയാക്ടിവിറ്റിയുടെ ഓർഡറാണ്. അതാ നോക്കിയേ, ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇത്. ഈ കാർബണിനെ അറ്റാച്ച് ചെയ്ത് 2 ഹൈഡ്രജനും 2 വാലൻസി ഹൈഡ്രജനാണ്. ഒരിടത്തല്ലേ ഉള്ളൂ കാർബൺ. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് 1 കാർബൺ ആറ്റം അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പ്രൈമറിയാണ്. ദെൻ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അത് ടെർഷറിയാണ്. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണിനെ അറ്റാച്ച് ചെയ്ത് 2 കാർബൺ ആറ്റമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് സെക്കൻഡറി ആണ്. അപ്പോൾ ഒരെണ്ണം പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്, ഒന്ന് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്, ഒന്ന് ടെർഷറി ആൽക്കൈൽ ഹാലൈഡാണ്. നമ്മൾ SN2വിൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെർഷറി എന്ന് പഠിച്ചിട്ടുണ്ട്. പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെർഷറി ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൈമറി എന്ന് പറയുമ്പോൾ RCH2X ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി എന്ന് പറയുമ്പോൾ R2CHX, അടുത്ത ടെർഷറി എന്ന് പറയുമ്പോൾ R3CX. ഇതല്ലേ ഓർഡർ? R3CX ഇതല്ലേ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ കിടപ്പുണ്ടോ നോക്കിയേ. RCH2X R3 ആണ്. RCH2X, R2CHX, R3CX. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ. നെക്സ്റ്റ്, ഇന്റർമീഡിയറ്റ് ഇൻ SN2 റിയാക്ഷൻ. SN2 റിയാക്ഷൻ്റെ ഇൻ്റർമീഡിയറ്റ് ഏതാ? SN2 റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അതായത് ന്യൂക്ലിയോഫൈൽ ഇവിടെ നിന്ന് വരുന്നു അല്ലേ? ന്യൂക്ലിയോഫൈൽ ഇങ്ങനെ വരുന്നു, കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കാർബൺ ന്യൂക്ലിയോഫിലിക് ബോണ്ട് പുതിയതായിട്ടുണ്ടാകുന്നു.
ഇവിടെ ഏതെങ്കിലും ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകുന്നോ? ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ബോണ്ട് പൊട്ടുന്നു. അത് ഹോമോളിറ്റിക് ക്ലീവേജ് വഴിയാകാം, ഹെറ്ററോളിറ്റിക് ക്ലീവേജ് വഴിയാകാം. ഹോമോളിറ്റിക് ക്ലീവേജ് വഴിയാണെങ്കിൽ 2 ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകാം. ഒന്നുകിൽ കാർബോകാറ്റയോൺ ആകാം, അല്ലെങ്കിൽ കാർബാനയോൺ ആകാം. ഹെറ്ററോളിറ്റിക് ക്ലീവേജ്. ഹോമോളിറ്റിക് ക്ലീവേജിൻ്റെ ഫലമായിട്ട് ഫ്രീ റാഡിക്കലാണ് ഉണ്ടാകുന്നത്. ഈ SN2 മെക്കാനിസത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകാറുണ്ടോ? ഇല്ല, ഇൻ്റർമീഡിയറ്റ് ഇല്ല. അപ്പോൾ ഫസ്റ്റ് കാർബോകാറ്റയോൺ അല്ല, കാർബാനയോൺ അല്ല, പെൻഡാവാലൻ്റ് കാർബണാറ്റം അല്ല, നൺ ഓഫ് ദീസ്. അപ്പോൾ ആൻസർ ഏതാണ്? നൺ ഓഫ് ദീസ് ആണ്. ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകാറില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ഫേവർ SN2 റിയാക്ഷൻ? ഈ താഴെ തന്നിരിക്കുന്നതിൽ SN2 റിയാക്ഷനെ ഫേവർ ചെയ്യുന്നത് ഏതാ? വാട്ടർ, എത്തനോൾ, THF, ബെൻസീൻ. ഈ തന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം സോൾവെൻ്റ് അല്ലേ? സോൾവെൻ്റ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറയുകയുണ്ടായി, SN1നെയും SN2വിനെയും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ സോൾവെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. SN1 റിയാക്ഷൻ ഫാസ്റ്റർ ആകാൻ കാരണം പോളാർ പ്രോട്ടിക് സോൾവെൻ്റ് ആണ്. എന്താണ്? പോളാർ പ്രോട്ടിക് സോൾവെൻറ്റിൻ്റെ പ്രസൻസിൽ SN1 റിയാക്ഷൻ ഫാസ്റ്റർ ആയിട്ട് നടക്കും. എന്നാൽ SN2 റിയാക്ഷൻ നടക്കുന്നത് പോളാർ അപ്രോട്ടിക് സോൾവെൻറ്റിൻ്റെ പ്രസൻസിലാണ്. പോളാർ അപ്രോട്ടിക് സോൾവെൻ്റ് ആണ്. എന്താ പോളാർ? ചാർജ് സെപ്പറേഷൻ വേണം. പ്രോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്തുനിന്ന് ഹൈഡ്രജനെ കിട്ടണം. അപ്രോട്ടിക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഇല്ല, ചാർജ് സെപ്പറേഷൻ ഉണ്ടാകണം, പോളാർ ആയിരിക്കണം, പക്ഷേ അവിടെ നിന്ന് H+നെ കിട്ടാത്തുമില്ല. അങ്ങനത്തെ ഉള്ളതാണ് പോളാർ അപ്രോട്ടിക്. അപ്പം നോക്കിയാൽ മതി, ഈ തന്നിരിക്കുന്നതിൽ പോളാർ പ്രോട്ടിക് അല്ലാത്തത് ഏത്? പോളാർ പ്രോട്ടിക് അല്ലാത്തത് ഏത്? H2O, H+, OH- പോളാറാണ്, പ്രോട്ടിക്കാണ്. എത്തനോൾ CH3 CH2OH, CH3 CH2O- H+ ആണ്, പോളാറാണ്, പ്രോട്ടിക്കാണ്. THF എന്താ സാധനം? ടെട്രാ ഹൈഡ്രോ ഫുറാൻ എന്നാണ് സാധനത്തിൻ്റെ പേര്. എന്താ? ടെട്രാ ഹൈഡ്രോ ഫ്യുറാൻ എന്നാണ് കോമ്പൗണ്ടിൻ്റെ പേര്. ഇത് പോളാറാണ്, ബട്ട് അപ്രോട്ടിക്കാണ്, പ്രോട്ടിക്കല്ല. പോളാറാണ്, ബട്ട് അപ്രോട്ടിക്കാണ്. ബെൻസീൻ അപ്രോട്ടിക്കാണ്, പക്ഷേ പോളാറല്ല, നോട്ട് പോളാറാണ്. ചാർജ് സെപ്പറേഷൻ ഉണ്ടോ ബെൻസീനിൽ? കാർബൺ C6H6 ആണ് ബെൻസീൻ്റെ ഫോർമുല. ഇതിന് ചാർജ് സെപ്പറേഷൻ ഉണ്ടോ? പോളാറുണ്ടോ? പോളാറാണോ? അല്ല. അപ്പോൾ പോളാർ അപ്രോട്ടിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ടെട്രാ ഹൈഡ്രോഫ്യൂറാൻ THF ആണ് നമ്മുടെ SN2 റിയാക്ഷൻ ഫാസ്റ്റർ ആയിട്ട് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഅറേഞ്ച്മെൻറ്റ് ക്യാൻ ഒക്കർ ഇൻ. ഇവിടെ റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം SN2 റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫൈൽ ബാക്കിൽ കൂടെ വരിക. ബാക്കിൽ കൂടെ വരുന്ന സമയത്ത് റൈറ്റിലൂടെ ഫ്രണ്ടിലൂടെ ആര് പോവുക? ഹാലജൻ പോവുക. അവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റും നടക്കത്തില്ല, ഒന്നുമേ നടക്കത്തില്ല. കാരണം ഒരു ന്യൂക്ലിയോഫൈലിൻ്റെ അപ്രോച്ചിൽ ഇവിടെ നിന്ന് ബോണ്ട് പോവുകയാണ്, നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റത്തില്ല. രണ്ടാമത്തെ SN1 മെക്കാനിസം ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്തുണ്ടാകും? കാർബോകാറ്റയോൺ ഉണ്ടാകും. ദാറ്റ് മീൻസ് CH3 CH2Cl. ഇങ്ങനെയാണ് ഒരു CH. ഇങ്ങനെയാണ് നമ്മുടെ കോമ്പൗണ്ട് നിൽക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഹാലോജൻ പോവുക. ഹാലോജൻ പോയാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്തുണ്ടാവും? കാർബോകാറ്റയോൺ ഫോം ചെയ്യും. CH3H CH2+ ആയിട്ട് മാറും. കാർബോകാറ്റയോൺ ഫോം ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പിൽ കാർബോകാറ്റയോൺ ഫോം ചെയ്യും. പോസിറ്റീവ് ചാർജുള്ള കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ ഒരേ ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. ഇത് പ്രൈമറി കാർബോകാറ്റയോണാണ് എന്ന് പറഞ്ഞാൽ ഹൈലി അൺസ്റ്റേബിളാണ്. ഈ സമയത്ത് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ഈ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇതെന്തായിട്ട് മാറും? CH3 H കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഇത് CH3 ആവും. ഹൈഡ്രജൻ പോയത് കൊണ്ട് ഹൈഡ്രജൻ അതിൻ്റെ ഇലക്ട്രോണിനെ പിടിച്ചോണ്ടാ പോയേ. അപ്പോൾ കാർബണിന് ഏത് ചാർജ് കിട്ടി? പോസിറ്റീവ് ചാർജ് കിട്ടി. പോസിറ്റീവ് ചാർജുള്ള ഈ കാർബണിനെ അറ്റാച്ച് ചെയ്ത് എത്ര കാർബണാറ്റം ഉണ്ട്? 3 കാർബണാറ്റം ഉണ്ട്. ടെർഷ്യറി കാർബോകാറ്റയോൺ ആയിട്ട് മാറും. ഇവിടേക്ക് ആർക്ക് വന്നു ചേരാം?
ന്യൂക്ലിയോഫൈലിന് വന്നു ചേരാം. ദാറ്റ് മീൻസ് ഇവിടെ റീഅറേഞ്ച്മെൻറ്റ് നടക്കും. SN2 ഒരു റീഅറേഞ്ച്മെൻറ്റും നടക്കില്ല. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? റീഅറേഞ്ച്മെൻറ്റ് ക്യാൻ ഒക്കർ ഇൻ. റീഅറേഞ്ച്മെൻറ്റ് എവിടെയാണ് നടക്കുന്നത്? എവിടെയാ? SN1 റിയാക്ഷനിലാണ് റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഫേവർ SN2 മെക്കാനിസം? SN2 മെക്കാനിസത്തെ ഫേവർ ചെയ്യുന്ന കണ്ടീഷൻസ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ, വീക്ക് കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ, ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്, പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, പോളാർ അപ്രോട്ടിക് സോൾവെൻ്റ് ആണ് SN2 മെക്കാനിസം. Primary alkyl halide is more reactive than secondary, which is more reactive than tertiary. അപ്പോൾ tertiary alkyl halide അല്ല. Weak concentration of nucleophile, അതായത് SN2 മെക്കാനിസം പറയുമ്പോൾ ആൽക്കൈൽ ഹാലൈഡ് ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കൈൽ ന്യൂക്ലിയോഫൈലായിട്ടും X- ആയിട്ടും മാറുന്നത്. SN2 റിയാക്ഷൻ്റെ റേറ്റ് പറയുമ്പോൾ റേറ്റ് പ്രൊപ്പോർഷണലാണ് ആൽക്കൈൽ ഹാലൈഡിൻ്റെ കോൺസെൻട്രേഷനും ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷനും. ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷൻ വീക്കാണെങ്കിൽ, കുറച്ചേ ഉള്ളെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷൻ നെഗ്ലക്റ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് ഇത് ഫസ്റ്റ് ഓർഡർ ആയിട്ട് പോകും. അപ്പോൾ അതിനെ SN2 എന്ന് വിളിക്കാൻ പറ്റത്തില്ല, SN1 എന്നേ വിളിക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് ഈ റിയാക്ഷൻ്റെ റേറ്റ്, SN2 മെക്കാനിസത്തിൻ്റെ റിയാക്ഷൻ്റെ റേറ്റ് ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ഉണ്ട്. കോൺസെൻട്രേഷൻ എത്രത്തോളം കൂടുന്നോ റേറ്റ് അത്രയും സ്പീഡിൽ നടക്കും. അപ്പോൾ SN2 മെക്കാനിസത്തിൻ്റെ സ്പീഡ് ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഹൈ കോൺസെൻട്രേഷൻ ആണെങ്കിൽ SN2 മെക്കാനിസം സ്പീഡിൽ നടക്കും. ലോ കോൺസെൻട്രേഷനിൽ നടക്കുമോ? അപ്പോൾ ഇതല്ല. സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ സ്ട്രോങ് ആണെങ്കിൽ റിയാക്ഷൻ എന്തായിട്ട് നടക്കും? ഫാസ്റ്ററായിട്ട് നടക്കും. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് റേറ്റ് ഓഫ് SN2 റിയാക്ഷൻ. SN2 റിയാക്ഷൻ്റെ ഡിക്രീസിങ് ഓർഡർ ആണ്. ഇതാ നോക്കിക്കൊള്ളുക. CH3Cl മീഥൈൽ ക്ലോറൈഡ്, CH3 C double bond or CH2Cl, then CH3 CH, CH3 CH2Cl, then CH3 CH2Cl. ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി ആണ്. ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് മറ്റ് കാർബൺ ആറ്റങ്ങളൊന്നും ഇല്ല. ഇത് പ്രൈമറി ആണ്, മീഥൈലാണ്. ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബണേ ഉള്ളൂ, അതുകൊണ്ട് ഇതും പ്രൈമറിയാണ്. ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബണേ ഉള്ളൂ, അതും പ്രൈമറിയാണ്. ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബണേ ഉള്ളൂ, അതുകൊണ്ട് ഇതും പ്രൈമറിയാണ്. എല്ലാവരും പ്രൈമറിയാണ്. ഇനി ഇതിൽ ആരാണ് കൂടുതൽ റിയാക്റ്റീവ്? SN2-ൽ നമ്മൾ പഠിച്ചു. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ ബീറ്റ പൊസിഷനിൽ C ഡബിൾ ബോണ്ട് CO, C ട്രിപ്പിൾ ബോണ്ട് CO, C ഡബിൾ ബോണ്ട് OO ഉണ്ടെങ്കിൽ റിയാക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടും അല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും ഹൈലി റിയാക്റ്റീവ് ആരാണ്? B ആണ് അല്ലേ? B രണ്ടാമത്തെ കോമ്പൗണ്ടാണ്. ഓക്കെ, രണ്ടാമത്തെ കോമ്പൗണ്ട് വരുന്ന രണ്ട് ഓപ്ഷൻസ് അല്ലേ നമുക്കുള്ളത്? ഇതുമല്ല ഇതുമല്ല, കളഞ്ഞു. ഇനി ഇവരിൽ ആരാ? അത് കഴിഞ്ഞാൽ പ്രൈമറി രണ്ടുപേര് നിൽപ്പുണ്ട് അല്ലേ? പ്രൈമറി രണ്ടുപേര് നിൽപ്പുണ്ട്, ഒരു മീഥൈൽ നിൽപ്പുണ്ട്. നമുക്കറിയാം മീഥൈലിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഒന്നുമേ ഇല്ല, സ്റ്റെറിക് ഇഫക്റ്റ് ഒന്നുമേ ഇല്ല. ആസ് എ റിസൾട്ട് അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ 2 കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്? 1. 2 കഴിഞ്ഞാൽ പിന്നെ 1. ആ ഒരു ഓപ്ഷൻ ഇതല്ലേ ഉള്ളൂ. ഇനി ബാക്കി 2 ശരിയാണെന്ന് നോക്കാം. അടുത്ത പറയുന്നു 4 4 4 4 4 അത് കഴിഞ്ഞിട്ട് 3 വരും. ശരിയല്ലേ? ഇത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആൽക്കൈൽ ഗ്രൂപ്പ് ഒന്നും വേറെയില്ല. പക്ഷേ ഇവിടെ ബീറ്റ പൊസിഷനിൽ എന്ത് വന്നേക്കുക? ആൽക്കൈൽ ഗ്രൂപ്പ് വന്നേക്കുക. ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ SN2 റിയാക്ഷൻ സ്ലോ ആകും. അപ്പോൾ 2 കഴിഞ്ഞു, 1 കഴിഞ്ഞു, പിന്നെ 4 കഴിഞ്ഞിട്ടാണ് 3 വരുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാ. ആദ്യമേ ഓപ്ഷൻ കിട്ടുമ്പോഴേ ഏതിനെയൊക്കെ കളയാമോ അതിനെയൊക്കെ കളഞ്ഞേക്കുക. അല്ല 4ഉം കൂടെ പിന്നെ നോക്കിക്കൊണ്ടിരിക്കരുത്. 2 ഒഴിവാക്കണം. 2 ഒഴിവാക്കിയിട്ട് ബാക്കി 2 നിന്ന് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് കണ്ടുപിടിക്കുക. എന്നാൽ മാത്രമേ നമുക്ക്
എക്സാം എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ 4 എണ്ണം ഓപ്ഷൻ എല്ലാം ചെയ്ത് വന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഓർഡറിലൊക്കെ എഴുതി ഓപ്ഷനിലോട്ട് പോകുന്നതിലും നല്ലത് ആദ്യമേ ഇതിൽ നിന്ന് ഓപ്ഷനിൽ നിന്ന് ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്കാണെന്ന് നമ്മളങ്ങ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഹയസ്റ്റ് വരുന്നത് നമ്മൾ കണ്ടെത്തിയ ആൻസർ ഏറ്റവും മുകളിൽ വരുന്നത് ആർക്കാ, ബാക്കി 2 എണ്ണത്തിനെ കളഞ്ഞേക്കുക. ദെൻ ലീസ്റ്റും കണ്ടുപിടിക്കുക. അതാണ് ഏറ്റവും നല്ലത്, ലീസ്റ്റും കണ്ടുപിടിക്കുക. അപ്പോൾ മോസ്റ്റ് ലീസ്റ്റും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസറിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The compound which would undergo SN2 reaction fastest. SN2 റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് എവിടെയാണ്? ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ sp2 കാർബൺ ആണ്. sp2 കാർബൺ ആണെങ്കിൽ വിനൈലാണ്. വിനൈലിക്ക് SN1 SN2 ഒന്നും തരത്തില്ല. SN1 ആൻഡ് SN2 തരത്തില്ല. അപ്പോൾ ഇതല്ല. ദെൻ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. ഇതിനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്, ഇത് പ്രൈമറി ആണ്. ഓക്കെ, ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. ഇതിനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്, ഇറ്റ് ഈസ് ഓൾസോ പ്രൈമറി. ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതിനെ അറ്റാച്ച് ചെയ്ത് 3 കാർബൺ ആറ്റം ഉണ്ട്, സോ ഇത് ടെർഷറി ആണ്. ഇത് SN2 തരത്തില്ല. അപ്പോൾ 2 എണ്ണം ഒഴിവാക്കിയേ. ഇനി അടുത്ത 2 എണ്ണത്തിൽ നിന്ന് ഏതാണ്? 2 പേര് ഹാലോജൻ ആണ്. ആരാണോ ബെറ്റർ ലിവിങ് ഗ്രൂപ്പ്, ആരാണോ പെട്ടെന്ന് പോകുന്നത് അവിടെ റിയാക്ഷൻ ഫാസ്റ്റർ ആവത്തില്ലയോ? നമുക്കറിയാം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആൽക്കൈൽ അയോഡൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ ആൽക്കൈൽ ബ്രോമൈഡ്, ഗ്രേറ്റർ ദാൻ ആൽക്കൈൽ ക്ലോറൈഡ്, ഗ്രേറ്റർ ദാൻ ആൽക്കൈൽ ഫ്ലൂറൈഡ്. ഇവിടെ 2 ഇടത്തും ആൽക്കൈൽ ഗ്രൂപ്പ് സെയിം അല്ല, എന്നിരുന്നാൽ കൂടി ബ്രോമിൻ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ക്ലോറിൻ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ബ്രോമിനാണ് പെട്ടെന്ന് വിട്ടുപോകുന്നത്. ഓക്കെ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ആൻ SN2 റിയാക്ഷൻ? താഴെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ SN2 റിയാക്ഷന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? എ ഗുഡ് ലിവിങ് ഗ്രൂപ്പ് ഈസ് എ സ്ട്രോങ് ബേസ്. എ ഗുഡ് ലിവിങ് ഗ്രൂപ്പ് ഈസ് എ വീക്ക് ബേസ്. എ ലിവിങ് ഗ്രൂപ്പ് മസ്റ്റ് ബി നെഗറ്റീവ്ലി ചാർജ്ഡ്. എ ലിവിങ് ഗ്രൂപ്പ് മസ്റ്റ് ബി ഹാലൈറ്റ്. ഒരു ലിവിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ട്രോങ് ബേസ് ആണോ വീക്ക് ബേസ് ആണോ എന്നാണ്. SN2 മെക്കാനിസത്തിൻ്റെ കേസിൽ ഏതാണ് കറക്റ്റ്? എ ഗുഡ് ലിവിങ് ഗ്രൂപ്പ് ഈസ് എ സ്ട്രോങ് ബേസ്. ഇതാ നോക്കിയേ മക്കളെ, ഹൈഡ്രോജൻ അയഡൈഡ്. ഹൈഡ്രോജൻ അയഡൈഡിൽ നിന്ന് H+ പോവുക. ഹൈഡ്രോജൻ അയഡൈഡിൽ നിന്ന് H+നെ പെട്ടെന്ന് റിലീസ് ചെയ്യാം. പെട്ടെന്ന് റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രോങ്ങർ ആസിഡാണ് അല്ലേ? അവിടെ നിന്ന് H+ പോയി, ബാക്കി ആരുണ്ട്? I- ഉണ്ട്. ഈ I- എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസ് ആണ്. അപ്പോൾ ബെറ്റർ ലിവിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ഗുഡ് ലിവിങ് ഗ്രൂപ്പ് ഈസ് എ വീക്ക് ബേസ് ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 ആണ്. എ ബെറ്റർ ലിവിങ് ഗ്രൂപ്പ് ഈസ് എ വീക്ക് ബേസ് ആണ്. നെക്സ്റ്റ്, മോസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് SN2 മെക്കാനിസം. SN2ൽ മോസ്റ്റ് റിയാക്റ്റീവ് ആരാണ്? ഇത് പ്രൈമറി ആണ്. ഓക്കെ, ഇത് വിനൈലിക് ആണ്, തരത്തില്ല. ഇത് ഹാലോബെൻസീൻ ആണ്, SN2 തരത്തില്ല. ഇത് ഫ്ലൂറിൻ ആണ്, നമുക്കറിയാം. ഇത് CH3Cl, ഇത് CH3F, ഇത് CH3Cl അല്ലേ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ആൽക്കൈൽ അയഡൈഡ് ഗ്രേറ്റർ ദാൻ ആൽക്കൈൽ ബ്രോമൈഡ്, ഗ്രേറ്റർ ദാൻ ആൽക്കൈൽ ക്ലോറൈഡ്, ഗ്രേറ്റർ ദാൻ ആൽക്കൈൽ ഫ്ലൂറൈഡ് എന്ന ആരാ മോസ്റ്റ് റിയാക്റ്റീവ്? ആൽക്കൈൽ ക്ലോറൈഡ് ആണ്. സോ CH3Cl ആണ് മോസ്റ്റ് റിയാക്റ്റീവ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഈസ് മോസ്റ്റ് റിയാക്റ്റീവ് ഇൻ ആൻ SN2 റിയാക്ഷൻ? SN2 റിയാക്ഷനിൽ മോസ്റ്റ് റിയാക്റ്റീവ് ആരാണ്? CH3CH2Cl, CH3CH2Br, CH3CH2I, CH3CH2F. SN1 ആയിക്കോട്ടെ SN2 ആയിക്കോട്ടെ, R ഗ്രൂപ്പ് സെയിം ആണെങ്കിൽ ആൽക്കൈൽ അയഡൈഡ് ഗ്രേറ്റർ ദാൻ ആൽക്കൈൽ ബ്രോമൈഡ്, ഗ്രേറ്റർ ദാൻ ആൽക്കൈൽ ക്ലോറൈഡ്, ഗ്രേറ്റർ ദാൻ ആൽക്കൈൽ ഫ്ലൂറൈഡ്. ഇങ്ങനെയല്ലേ വരുന്നത്? ആൽക്കൈൽ അയോഡൈഡ് ഗ്രേറ്റർ ദാൻ ആൽക്കൈൽ ബ്രോമൈഡ്, ഗ്രേറ്റർ ദാൻ ആൽക്കൈൽ ക്ലോറൈഡ്, ഗ്രേറ്റർ ദാൻ ആൽക്കൈൽ ഫ്ലൂറൈഡ്. അങ്ങനെയാണെങ്കിൽ ഏതാ മോസ്റ്റ് റിയാക്റ്റീവ്? ആൽക്കൈൽ അയോഡൈഡ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഈസ് മോസ്റ്റ് റിയാക്റ്റീവ് ഫോർ SN2 റിയാക്ഷൻ? SN2 റിയാക്ഷനിൽ മോസ്റ്റ് റിയാക്റ്റീവ് ആരാ?
CH3I, C2H5I, C3H7I, C4H9I. എല്ലായിടവും അയഡിനാണ്. അയഡിനാണ്, എല്ലാം പ്രൈമറിയുമാണ്. SN2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റി എന്ത് ചെയ്യുക? കുറയുക. ഇതാ നോക്കിയേ, CH3I. അടുത്തത് C2H5I, ദാറ്റ് ഈസ് CH3CH2I. അടുത്തത് C3H7I, ദാറ്റ് ഈസ് CH3CH2CH2I. അടുത്ത C4H9, CH3CH2CH2CH2I. നമുക്കറിയാം പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷറി ആണ് അല്ലേ? പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷറി ആണ്. ഇതെല്ലാം പ്രൈമറി ആണ്. ഇവിടെ ആൽഫ കാർബൺ മാത്രമേ ഉള്ളൂ. ആൽഫയിൽ 3 ഹൈഡ്രജനാണ്. ദെൻ ഇവിടെ വരുമ്പോഴത്തേനും ആൽഫയിൽ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു. ഇവിടെ വന്നപ്പോൾ ബീറ്റയിൽ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു. ഇവിടെ വന്നപ്പോൾ ബീറ്റയിലും ആൽഫയിലും എല്ലാം ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു. ആൽക്കൈൽ ഗ്രൂപ്പ് വരിക എന്ന് പറഞ്ഞാൽ സ്റ്റെറിക് ഇഫക്റ്റ് കൂടുക. സ്റ്റെറിക് ഇഫക്റ്റ് കൂടുക എന്ന് പറഞ്ഞാൽ SN2 റിയാക്ഷൻ്റെ റിയാക്ടിവിറ്റി കുറയുക. അപ്പോൾ മോസ്റ്റ് റിയാക്റ്റീവ് ആരാണ്? CH3I ആണ്. സോ നമ്മുടെ ആൻസർ CH3I ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ SN1 SN2 മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റീരിയോ കെമിസ്ട്രിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രോബ്ലം ചെയ്ത സമയത്ത് ജിയോമെട്രിക്കൽ ഐസോമർസ് എന്താണെന്ന് പഠിച്ചായിരുന്നു. അതായത് സ്റ്റീരിയോ ഐസോമർസത്തിനകത്ത് വരുന്ന 2 ഐസോമർസുമാണ് ഒപ്റ്റിക്കൽ ഐസോമർസവും ജിയോമെട്രിക്കൽ ഐസോമർസവും. ജിയോമെട്രിക്കൽ ഐസോമർസം കാണുന്നത് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകളിലാണ്. എന്നാൽ ഒപ്റ്റിക്കൽ ഐസോമർസം കാണുന്നത് എവിടെയാണ്? സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ടിലാണ്. മെയിനായിട്ട് സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ടിലാണ്. ആ ഒപ്റ്റിക്കൽ ഐസോമർസത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തേതാണ് കൈറാലിറ്റി സെൻറ്റർ. കൈറാലിറ്റി സെൻറ്റർ ഓർ കൈറാൽ കാർബൺ. കൈറാലിറ്റി സെൻറ്റർ ഓർ കൈറാൽ കാർബൺ. നമ്മൾ എന്താണ് ഒപ്റ്റിക്കൽ ഐസോമർസം എന്നൊക്കെ വരും. അതിന് മുമ്പ് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് കൈറാലിറ്റി സെൻറ്റർ അല്ലെങ്കിൽ കൈറാലിറ്റി കാർബൺ. കൈറാലിറ്റി സെൻറ്റർ എന്ന് പറയുമ്പോൾ ഏത് ആറ്റവും ആകാം. കൈറാലിറ്റി കാർബൺ എന്ന് പറയുമ്പോൾ ആ ആറ്റം മസ്റ്റായിട്ടും എന്തായിരിക്കണം? കാർബൺ ആയിരിക്കണം. അതായത് ഒരു കാർബണിന് ചുറ്റും അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് ചുറ്റും ഒരു ആറ്റം sp3 ആയിരിക്കണം. ഒരാറ്റം എന്തായിരിക്കണം? sp3 ആയിരിക്കണം. ഏതാറ്റം ആയിക്കോട്ടെ sp3 ആയിരിക്കണം, ഒന്നാമത്തെ കണ്ടീഷൻ. 2, ആ ആറ്റത്തിന് ചുറ്റും ആ ആറ്റത്തിൻ്റെ 4 ബോണ്ടിലും 4 വ്യത്യസ്ത ആറ്റങ്ങൾ വരണം. മനസ്സിലായോ? ഏതൊരു ആറ്റം ആയാലും sp3 ആയിരിക്കണം. എനി ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഏതൊരു ആറ്റവും ആകാം, പക്ഷേ 4 ഡിഫറൻറ്റ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരണം. അങ്ങനത്തെ ആറ്റത്തെ വിളിക്കുന്ന പേരാണ് കൈറാൽ ആറ്റം അല്ലെങ്കിൽ കൈറാലിറ്റി സെൻറ്റർ. അല്ലെങ്കിൽ കാർബണാണ് ആ ആറ്റമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൈറാൽ കാർബൺ. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. നൈട്രജൻ. നൈട്രജനിൽ ഒരു CH3 ഗ്രൂപ്പ് വന്നു, ഒരു ഫ്ലോറിൻ, ഒരു C2H5, ഒരു ഹൈഡ്രജൻ. ഇത് sp3 ആണ്. ഇതിന് ചുറ്റും 4 ബോണ്ടുണ്ട്. 4 ബോണ്ടിൽ ഒരിടത്ത് C2H5, ഒരിടത്ത് H, ഒരിടത്ത് CH3, ഒരിടത്ത് F. 4 ബോണ്ടിൽ 4 ഡിഫറൻറ്റ് ആൾക്കാരാണ്. അതുകൊണ്ട് ഈ ആറ്റത്തെ നൈട്രജനെ വിളിക്കാം കൈറാൽ ആറ്റം അല്ലെങ്കിൽ കൈറാലിറ്റി സെൻറ്റർ എന്ന് വിളിക്കാം അല്ലേ? നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. കാർബണിനെയും അതിൻ്റെ കോമ്പൗണ്ടുകളെയും കുറിച്ചുള്ള പഠനമാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ കോമ്പൗണ്ടുകൾ കൂടുതൽ ആരുടെ കോമ്പൗണ്ടുകളാണ്? കാർബണിൻ്റെ കോമ്പൗണ്ടുകളാണ്. അപ്പോൾ നമ്മൾ കൈറാൽ കാർബണിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓർഗാനിക് മോളിക്യൂളിൽ കാർബണിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ കാർബൺ കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അതായത് വെഡ്ജ് ആൻഡ് ഡാഷ് ഫോമുലയുണ്ട്. വെഡ്ജ് ആൻഡ് ഡാഷ് ഫോമുല. നമ്മൾ ഇതുവരെ പഠിച്ചത് മീഥെയിൻ ആണെങ്കിൽ CH4 ഒറ്റ സ്ട്രക്ചറേ നമുക്ക് അറിയത്തുള്ളായിരുന്നു. ഇനി നമ്മൾ പല സ്ട്രക്ചറുകൾ പഠിക്കാൻ പോവാണ്. അതാണ് വെഡ്ജ് ആൻഡ് ഡാഷ് സ്ട്രക്ചർ അല്ലെങ്കിൽ വെഡ്ജ് ആൻഡ് ഡാഷ് ഫോമുല. ഒന്നുമില്ല മക്കളെ, ഒരു കാർബണിന് ചുറ്റും
4 ബോണ്ട് ഉണ്ടെങ്കിൽ 4 ബോണ്ടിൽ 4 ഡിഫറെൻ്റ് ആൾക്കാരാണെങ്കിൽ ആ കാർബണിനെ വിളിക്കാം കൈറാൽ കാർബൺ അല്ലെങ്കിൽ കൈറാലിറ്റി സെൻറ്റർ. sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും 4 ബോണ്ട് ഉണ്ടേ. ആ 4 ബോണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ആറ്റം ആരോ, ഇവിടെ നമ്മുടെ സെൻട്രൽ ആറ്റം ആരാണ്? കാർബൺ ആണ്. ആ കാർബൺ ഇരിക്കുന്ന അതേ പ്ലെയിനിൽ 2 ബോണ്ട് മസ്റ്റായിട്ടും ഉണ്ടാകും. ഒരു ബോണ്ട് എന്ന് പറയുന്നത് എബോ ദ പ്ലെയിനും ഒരു ബോണ്ട് എന്ന് പറയുന്നത് ബിലോ ദ പ്ലെയിനുമാണ്. എല്ലാ ആറ്റങ്ങളും കാർബണിന് ചുറ്റും, അതായത് sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി ടെട്രാഹിഡ്രൽ ജോമെട്രിയാണ്. അതിൽ നമ്മൾ സെൻട്രൽ ആറ്റം ഇരിക്കുന്ന അതേ പ്ലെയിനിൽ 2 ആറ്റങ്ങൾ ഉണ്ടാവും, 2 ബോണ്ടുകൾ ഉണ്ടാവും. ബാക്കി 2 ആറ്റങ്ങൾ അല്ലെങ്കിൽ 2 ബോണ്ടുകൾ എന്ന് പറയുന്നത് ആ കാർബൺ ഇരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആറ്റം ഇരിക്കുന്നതിൻ്റെ പ്ലെയിനിന് മുകളിലാകാം, ഒരെണ്ണം പ്ലെയിനിന് താഴെയാകാം. ഇത് 3 ഡയമെൻഷനലി നമ്മൾ അറേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൈറാൽ കോമ്പൗണ്ടിൻ്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് വെഡ്ജ് ആൻഡ് ഡാഷ് ഫോർമുല. 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഓഫ് കൈറാൽ കോമ്പൗണ്ട്. കൈറാൽ കോമ്പൗണ്ട് ഉള്ള കേസിലാണ് നമ്മളിത് പറയുന്നത്. കൈറാൽ കോമ്പൗണ്ടിൽ മാത്രമാണ് നമുക്കിത് പറയാൻ പറ്റുന്നത്. അങ്ങനത്തെ സ്ട്രക്ചറിനെ 3D സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് വെഡ്ജ് ആൻഡ് ഡാഷ് ഫോർമുല. ഒരു എക്സാമ്പിൾ നോക്കിയേ. ഒരു കോമ്പൗണ്ട് തരിക. 1, 2, 3, 4 കാർബണാറ്റം ഉണ്ട്. ഇതിൽ എന്താ ഈ കട്ടിക്ക് വരയ്ക്കുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് വെഡ്ജ്. WEDG വെഡ്ജ്. ഓക്കെ, ഇതിനെ വിളിക്കുന്നതാണ് ഡാഷ്. ഇങ്ങനെ ഡാഷ് ഇട്ട് വരയ്ക്കുക, അതിനെയാണ് ഡാഷ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ അയോഡിൻ, CH3, ക്ലോറിൻ. ദാ ഇവിടുത്തെ കാർബൺ എടുത്താൽ കാർബണിന് ചുറ്റും 4 ബോണ്ടുണ്ട്. sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഒരു ബോണ്ടിൽ CH3, ഒരു ബോണ്ടിൽ ഇതെന്ന് പറയുന്നത് എന്താ? CH2CH3 അല്ലേ? ഒരു ബോണ്ടിൽ CH2CH3, ഒരിടത്ത് ക്ലോറിൻ, ഒരിടത്ത് അയഡിൻ. നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന 2 നോർമൽ ബോണ്ടുകൾ, ഇത് നമ്മുടെ കാർബണിൻ്റെ അതേ പ്ലെയിനിൽ കിടക്കുക. ഈ കാണിച്ചിരിക്കുന്ന വെഡ്ജ് ലൈൻ ഉണ്ടല്ലോ, വെഡ്ജ് ലൈൻ കട്ടിക്ക് കൊടുത്തേക്കുന്നത്, ഇത് എബവ് ദ പ്ലെയിൻ ആണ്. ഈ ഡാഷ് കാണിച്ചിരിക്കുന്നത് ബിലോ ദ പ്ലെയിൻ ആണ്. ബിലോ ദ പ്ലെയിൻ ആണ്. അപ്പോൾ ഡാഷ് ആൻഡ് വെഡ്ജ് ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ 3D സ്ട്രക്ചറാണ്. ഇതിൽ ഡാഷ് ഇട്ട് കാണിച്ചിരിക്കുന്നത് ബിലോ ദ പ്ലെയിനും വെഡ്ജായിട്ട് കാണിക്കുന്നത് എബോ ദ പ്ലെയിനും. നോർമൽ ബോണ്ടുകളെല്ലാം സെയിം പ്ലെയിനിലാണ്. ഓക്കെ ആണല്ലോ? നോക്കിയേ, ഇവിടെ ഇതുപോലെ തന്നെയാണ്. ഇവിടെ ഫ്ലൂറിൻ ഇരിക്കുന്നു, ഇവിടെ ക്ലോറിനാണ്, ഇവിടെ അയോഡിനാണ്, ഇവിടെ ബ്രോമിനാണ്. ഇവിടെ ഡാഷ് ഇട്ടാ കൊടുത്തേക്കുന്നത്. ഇനി പറ, അയോഡിൻ ഏത് പ്ലെയിനിലാ? എബോ ദ പ്ലെയിൻ ആണ്. ബ്രോമിൻ ബിലോ ദ പ്ലെയിൻ ആണ്. ക്ലോറിനും ഫ്ലൂറിനും സെയിം പ്ലെയിനിലാണ്. ടെട്രാഹിഡ്രൻ്റെ അല്ലെങ്കിൽ ഒരു കൈറാൽ കോമ്പൗണ്ടിൻ്റെ സെയിം പ്ലെയിനിലാണ്. ഇതിൽ നിന്നൊരു കാര്യം ആലോചിച്ചോളുക, നമ്മൾ അസിമെട്രിക് കാർബണിൽ അല്ലെങ്കിൽ കൈറാലിറ്റി സെൻറ്റർ ഉള്ള കോമ്പൗണ്ടിൽ മാത്രമാണ് നമുക്കിത് പറയാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തയാണ് ഫിഷർ പ്രൊജക്ഷൻ. ഫോർമുല. ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് മോളിക്യൂളിൻ്റെ 3D സ്ട്രക്ചറിനെ 2D സ്ട്രക്ചറാക്കി റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതാണ് എന്ത്? ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല. അതായത് എന്താ നോക്കിക്കൊള്ളുക, CH3, CH2CH3, Cl, OH. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് കൈറാലിറ്റി സെൻറ്റർ ഉണ്ടോ, കൈറാൽ കാർബൺ ഉണ്ടോ, എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ കാർബൺ എടുക്കുക. ഈ കാർബണിന് ചുറ്റും 3 ഹൈഡ്രജൻ വന്നേക്കുന്നില്ലേ?
4 വാലൻസി ഉള്ളതിൽ 4 ഡിഫറൻറ്റ് വേണം, അതാണെങ്കിലേ കൈറാലാവത്തുള്ളൂ. ഇതിൽ 3 ഒരെണ്ണം വന്നേക്കും, അത് കൈറാലാണോ? അല്ല. അതേസമയം ഈ കാർബൺ നോക്കുക, ഒരിടത്തോട്ട് OH, ഒരിടത്ത് Cl, ഒരിടത്ത് CH2 CH3, ഒരിടത്ത് CH3. ആ കാർബണിന് ചുറ്റും 4 ഡിഫറൻറ്റ് ഗ്രൂപ്പുകളുണ്ട്, അതുകൊണ്ട് അതൊരു കൈറാൽ കാർബണാണ്. നമുക്കിതിനെ 3 ഡയമെൻഷനിൽ എങ്ങനെ വരയ്ക്കാം? ഒരു കാർബൺ 1, രണ്ടാമത്തെ കാർബൺ 2, ഇത് 3, 4 കാർബൺ ആറ്റമുണ്ട്. രണ്ടാമത്തെ കാർബൺ അല്ലേ കൈറാൽ കാർബൺ? അതിൽ ഒരിടത്ത് അത് എബോവ് ദ പ്ലെയിൻ ആകാം, ബിലോ ദ പ്ലെയിൻ ആകാം. എബോവ് ദ പ്ലെയിനിൽ ഞാൻ OH കൊടുത്തു, ബിലോ പ്ലെയിനിൽ ഞാൻ ആരെ കൊടുക്കുകയാണ്? ക്ലോറിനെ കൊടുക്കുക. ഇതല്ലേ ഇതിൻ്റെ 3D സ്ട്രക്ചർ. ഇതിനെ വിളിക്കുന്ന പേരല്ലേ ഡാഷ് ആൻഡ് വെഡ്ജ് ഫോർമുല എന്ന് അല്ലേ? ദെൻ ഇതിനെ 2D ആക്കി മാറ്റുക, 2 ഡയമെൻഷനാക്കി മാറ്റുക. എങ്ങനെയാണെന്ന് നോക്കിയേ. 2 ഡയമെൻഷൻ, കോളവും റോയും 2 ഡയമെൻഷൻ. ഈ സെൻട്രൽ ഇരിക്കുന്നത് നമ്മുടെ കൈറാൽ കാർബൺ ആണെന്ന് ചിന്തിക്കുക. ഈ സെൻട്രൽ ഇരിക്കുന്ന ആരാ? നമ്മുടെ കൈറാൽ കാർബൺ ആണ്. സെൻട്രൽ ഇരിക്കുന്ന കൈറാൽ കാർബൺ ഈ കാർബണാണ്. ഇതിന് ചുറ്റും നിൽക്കുന്ന 4 ഗ്രൂപ്പുകളെ 4 ബോണ്ടുകളിലായിട്ട് കൊടുക്കുക. നോക്കിയേ, ഒരിടത്ത് OH ഉണ്ട്, ഒരിടത്ത് CH3 ആണ്, ഒരിടത്ത് CH2 CH3 ആണ്, ഒരിടത്ത് Cl ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിഷർ പ്രൊജക്ഷൻ. 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ഓഫ് ഓർഗാനിക് മോളിക്യൂൾ, ഒരു കൈറാൽ കോമ്പൗണ്ട്. ഒരു കൈറാൽ കോമ്പൗണ്ടിൻ്റെ 2 ഡയമെൻഷണൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2 ഡയമെൻഷനായിട്ട് അറേഞ്ച് ചെയ്യുക. സെൻട്രൽ ഇരിക്കുന്ന ആരായിരിക്കും? കൈറാൽ കാർബൺ ആയിരിക്കും. കൈറാലിറ്റി സെൻട്രൽ മാത്രമേ ഇതെല്ലാം നമുക്ക് വരച്ച് കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനായിട്ടത് R and S configuration. R and S configuration or absolute configuration. Absolute configuration. R and S configuration or absolute configuration. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് മോളിക്യൂളിന് കോൺഫിഗറേഷൻസ് ഉണ്ട്. അതായത് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് കോൺഫിഗറേഷൻ പറയും. ആ കോൺഫിഗറേഷനെ വിളിക്കുന്നതാണ് R and S കോൺഫിഗറേഷൻ. അതായത് തന്നിരിക്കുന്ന മോളിക്യൂളിന് R എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. R കോൺഫിഗറേഷനാണോ എസ് കോൺഫിഗറേഷനാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ആദ്യം ആലോചിക്കുക, ഒരു കൈറാൽ കാർബണിന് മാത്രമേ നമുക്ക് R and S കോൺഫിഗറേഷൻ പറയാൻ പറ്റൂ. R and S കോൺഫിഗറേഷൻ പറയണമെങ്കിൽ ആ കാർബൺ എന്തായിരിക്കണം? കൈറാൽ കാർബൺ ആയിരിക്കണം. കൈറാലിറ്റി അല്ലാത്ത കാർബണാറ്റത്തിനൊന്നും R and S കോൺഫിഗറേഷൻ പറയത്തില്ല. അപ്പോൾ R and S കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് കോൺഫിഗറേഷനാണ്. നമ്മുടെ മോളിക്യൂളിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? R ആണോ S ആണോ? 2 കോൺഫിഗറേഷനാണ് ഓർഗാനിക് മോളിക്യൂളിന് പറയുന്നത്. അത് R കോൺഫിഗറേഷനും ഉണ്ട്, S കോൺഫിഗറേഷനും ഉണ്ട്. ഈ മോളിക്യൂളിന് R and S കോൺഫിഗറേഷൻ ഉണ്ടോ? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇതിന് R and S കോൺഫിഗറേഷൻ പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഒരു കാർബണിന് ചുറ്റും 2 സെയിം ഗ്രൂപ്പ് വന്നേക്കുക. സോ ഇറ്റ് ഈസ് കൈറാൽ കാർബൺ അല്ല, നോട്ട് കൈറാലാണ്, അക്കൈറാലാണ് അല്ലെങ്കിൽ കൈറാൽ അല്ല. ഓക്കെ, കൈറാൽ കാർബണിന് മാത്രമേ എന്ത് പറയാൻ പറ്റൂ? R and S കോൺഫിഗറേഷൻ പറയാൻ പറ്റൂ. വെറുതെ കയറി R and S കോൺഫിഗറേഷൻ പറയാൻ പറ്റില്ല. നമുക്ക് തന്നിരിക്കുന്ന മോളിക്യൂളിൻ്റെ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ കാർബണിൻ്റെ കോൺഫിഗറേഷൻ R ആണോ S ആണോ എന്നറിയാൻ വേണ്ടി ഒരു റൂളുണ്ട്. ആ റൂളിൻ്റെ ബേസിസിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻ പറയാനായിട്ട് പറ്റത്തുള്ളൂ. ആ റൂളിൻ്റെ പേരാണ് ഇൻഗോൾഡ് ആൻഡ് പ്രലോഗ് റൂൾ. ഇൻഗോൾഡ് ആൻഡ് പ്രലോഗ് റൂൾ എന്നാണ് R ആണോ S ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. കോൺഫിഗറേഷൻ R ആണോ S ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള റൂളിൻ്റെ പേരാണ് ഇൻഗോൾഡ് ആൻഡ് പ്രലോഗ് റൂൾ. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ റൂളെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ കൈറാൽ കാർബൺ ആറ്റം ഉണ്ടോ എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതാ നോക്കിയേ, CH3 CH3C, CH2 CH3, OH,
എച്ച്. ഇങ്ങനെയൊന്നും തരണമെന്നില്ല. CH3 CH CH2 CH3 OH. ഇതിൽ കൈറാൽ കാർബൺ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ കാർബൺ എടുത്തു, 3 ഹൈഡ്രജൻ വന്നേക്കോ, 3 പേര് ഒരുപോലെ വന്നു, കൈറാൽ കാർബൺ അല്ല. നെക്സ്റ്റ് കാർബൺ എടുത്തു, ഒരിടത്ത് CH3, ഒരിടത്ത് OH, ഒരിടത്ത് CH2 CH3, നാലാമത്തെ ആരാ നിൽക്കുന്നേ? എച്ച് ആണല്ലേ. അപ്പോൾ ഈ കാർബണിന് ചുറ്റും 4 ബോണ്ടുണ്ട്, 4ലും ഡിഫറെൻ്റ് ആൾക്കാരാണ്. സോ ഇതൊരു കൈറാൽ കാർബൺ അല്ലേ. അപ്പോൾ കൈറാൽ കാർബണിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ആറാൻഡേഴ്സ് കോൺഫിഗറേഷൻ കൊടുക്കുന്നത്. ആറാൻഡേഴ്സ് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാനുള്ള റൂളാണ് കാൺ, ഇൻഗോൾഡ് ആൻഡ് പ്രലോഗ് റൂൾ. അതിൽ ഫസ്റ്റ് റൂൾ എന്താ പറയുന്നത്? എന്ത് കണ്ടുപിടിക്കണം? തന്നിരിക്കുന്ന കോമ്പൗണ്ടിലെ കൈറാൽ കാർബണിനെ കണ്ടുപിടിക്കണം. ദെൻ കൈറാൽ കാർബണിൽ, അതായത് കണ്ടുപിടിക്കുകയും വേണം, അതുപോലെ തന്നെ കൈറാൽ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകൾക്ക് ഇതാ നോക്കിക്കോ, ശ്രദ്ധിച്ചോളുക. ഇതാണ് നമ്മുടെ ഒരു കോമ്പൗണ്ട് എന്ന് വിചാരിക്കാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. നമുക്ക് ഇത് 2D സ്ട്രക്ചറാണ് തന്നിരിക്കുന്നത്. കാർബൺ ഉണ്ട് ഇവിടെ. കാർബണിൻ്റെ 4 വാലൻസിയിൽ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു കൈറാൽ കാർബൺ ആണ്. ദെൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ കൈറാൽ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 4 ഗ്രൂപ്പുകൾക്ക് അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിൽ നമ്പർ കൊടുക്കുക. അതായത് ഗ്രേറ്റർ ദ അറ്റോമിക് നമ്പർ ആർക്കാണോ അറ്റോമിക് നമ്പർ കൂടുതൽ, ഗ്രേറ്റർ ദ അറ്റോമിക് നമ്പർ, ബെറ്റർ ദ സബ്സ്റ്റിറ്റ്യൂവൻ്റ്. ആ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിരിക്കും ഏറ്റവും കൂടിയത് സബ്സ്റ്റിറ്റ്യൂവൻ്റ്. അതായത് ഇതിനകത്ത് ആർക്കാണോ അറ്റോമിക് നമ്പർ കൂടിയത്, അറ്റോമിക് നമ്പർ കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് 1, 2, 3, 4 എന്ന് നമ്പർ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അറ്റോമിക് നമ്പർ ആർക്കാ കൂടുതൽ? അയോഡിനാണ്. സോ ഫസ്റ്റ് റാങ്ക് അയോഡിന് കൊടുക്കുക. ഫസ്റ്റ് റാങ്ക് അയോഡിന്. അത് കഴിഞ്ഞാൽ ആരാ? ബ്രോമിൻ. അത് കഴിഞ്ഞ് ക്ലോറിൻ, അത് കഴിഞ്ഞ് ഫ്ലൂറിൻ. ക്ലിയർ ആയോ? ആദ്യം കൈറാൽ കാർബണിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. കൈറാൽ കാർബണിന് ചുറ്റുമുള്ള ഗ്രൂപ്പുകളെ അറ്റോമിക് നമ്പർ ആർക്കാണോ കൂടുതൽ അയാൾക്ക് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. അറ്റോമിക് നമ്പർ വെച്ചിട്ട് താഴേക്ക് റാങ്ക് കൊടുത്തു പോവുക. അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ ആൾക്ക് ഫസ്റ്റ് റാങ്ക് 1 കൊടുക്കുക. അതിനേക്കാൾ താഴെയുള്ള ആൾക്ക് 2, 3, 4 അങ്ങനെ കൊടുക്കുക. അങ്ങനെ നമ്മൾ 1, 2, 3, 4 എന്ന് കൊടുത്തു. അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പായിരുന്നു അല്ലേ. അടുത്ത ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് വന്നു. ബ്രോമിൻ, CH3, CH2, OH, ക്ലോറിൻ. ഇങ്ങനെയാണ് തരുന്നതെന്ന് വിചാരിക്കുക. കാർബൺ, ക്ലോറിൻ, ബ്രോമിൻ. കൈറാൽ കാർബൺ ആണ് സെൻറ്ററിൽ നിൽക്കുന്നത്. കാണിക്കത്തില്ല, നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിൻ്റെ 4 പേര് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ കാർബൺ, ക്ലോറിൻ, ബ്രോമിൻ. ഇതിൽ ആരാ അറ്റോമിക് നമ്പർ കൂടുതൽ? ഫ്ലൂറിൻ, ക്ലോറിൻ. കാർബണിനേക്കാൾ അറ്റോമിക് നമ്പർ കൂടുതലാണ് 17ാം ഗ്രൂപ്പിന്. കാർബൺ 14 ആണ്. 17ാം ഗ്രൂപ്പിന് അറ്റോമിക് നമ്പർ കൂടുതലാണ്. അതിൽ തന്നെ ക്ലോറിൻ കഴിഞ്ഞിട്ടല്ലേ ബ്രോമിൻ വരുന്ന? അറ്റോമിക് നമ്പർ കൂടുതൽ ബ്രോമിൻ അല്ലേ. അപ്പോൾ ബ്രോമിൻ 1ാമത്തെ റാങ്ക്, ക്ലോറിന് 2ാമത്തെ റാങ്ക്. ഇനി ഇവിടെ കാർബൺ, രണ്ടിടത്തും കാർബണാണ്. രണ്ടും ഡിഫറെൻ്റ് ആയിരുന്നെങ്കിൽ അറ്റോമിക് നമ്പർ കൊടുക്കാമായിരുന്നു. രണ്ടിടത്തും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആരാ? കാർബണാണ്. ഇവിടെ നോക്കേണ്ടത് ആ കാർബണിനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഗ്രൂപ്പുകളെ നോക്കുക. ഈ കാർബണിനെ അറ്റാച്ച് ചെയ്ത് 1, 2, 3 ഹൈഡ്രജൻ ആറ്റം ഇല്ലേ അല്ലേ? ആ കാർബണിനെ അറ്റാച്ച് ചെയ്ത് 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഈ 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഹൈഡ്രജൻ ആറ്റം തന്നെ ആയതുകൊണ്ട് ഇവിടുത്തെ ബെറ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ തന്നെയാണ്. ദെൻ അതേസമയത്ത് ഈ കാർബണിനെ നോക്കേ. ഈ കാർബണിനെ അറ്റാച്ച് ചെയ്ത് 1, 2 ഹൈഡ്രജൻ പിന്നെ ഒരു ഓക്സിജൻ. അതായത് ഈ കാർബണിനെ അറ്റാച്ച് ചെയ്ത് HO എന്നല്ലേ. ഈ 3 എണ്ണത്തിൽ ബെറ്റർ ഗ്രൂപ്പ് ആരാ? ബെറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ കൂടിയ ഗ്രൂപ്പ് ആരാ? ഓക്സിജൻ ആണ്. അപ്പോൾ ഈ കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇതിനെ അറ്റാച്ച് ചെയ്ത് ഹൈഡ്രജനാണ് നിൽക്കുന്നത്. ഈ കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഓക്സിജനാണ്. ഇവരിൽ രണ്ടിൽ അറ്റോമിക് നമ്പർ ആർക്കാ കൂടുതൽ? ഓക്സിജൻ ആണ്. അതുകൊണ്ട് അതാണ് ബെറ്റർ റാങ്ക് കൊടുക്കേണ്ടത്. അതിനാണ് ബെറ്റർ റാങ്ക് കൊടുക്കേണ്ടത്. സോ തേർഡ് ഗ്രൂപ്പ് 1, 2 ആയി. മൂന്നാമത്തത് ഇവിടെ കൊടുക്കുക.
4 ഇതിന് കൊടുക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇതാ നോക്കിയേ, ഫ്ലൂറിൻ, ക്ലോറിൻ, CH3, CH2, CH3. ദാ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, കൈറാൽ കാർബണാറ്റം ഉണ്ട്. അറ്റോമിക് നമ്പർ ആർക്കാണോ, അതായത് ഈ കൈറാൽ കാർബണാറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകളിൽ ആർക്കാണോ അറ്റോമിക് നമ്പർ കൂടുതൽ അത് കൊടുക്കുക. അറ്റോമിക് നമ്പർ കൂടുതൽ ആർക്കാ? ഫ്ലൂറിനേക്കാൾ അറ്റോമിക് നമ്പർ കൂടുതൽ ക്ലോറിന്. അടുത്തത് ഇതിന്. ഇവിടെ രണ്ടിടത്തും ആരാ വന്നിരിക്കുന്നത്? കാർബൺ അല്ലേ വന്നേക്കുന്നത്. അപ്പം നോക്കേണ്ടത് ആ കാർബണിനെ അറ്റാച്ച് ചെയ്ത് ആരാ നിൽക്കുന്നത്? കാർബണിനെ അറ്റാച്ച് ചെയ്ത് 3 ആര് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. ഇവിടുത്തെ കാർബണിനെ അറ്റാച്ച് ചെയ്ത് 2 ഹൈഡ്രജൻ നിൽപ്പുണ്ട്. മൂന്നാമത്തതിൽ ആരാ നിൽക്കുന്നത്? കാർബണാണ്. അപ്പോൾ രണ്ടും സെയിം ആറ്റമാണെങ്കിൽ ആ ആറ്റത്തെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആറ്റങ്ങളെ നോക്കുക. അപ്പോൾ അതിലാർക്കാണോ അറ്റോമിക് നമ്പർ കൂടുതൽ അവർക്ക് ഹയസ്റ്റ് പൊസിഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ 3 ഹൈഡ്രജനാണ്, ഇവിടെ കാർബൺ വന്നു. അറ്റോമിക് നമ്പർ ഓഫ് കാർബൺ അല്ലേ കൂടുതൽ. സോ അടുത്ത 2 പൊസിഷനിൽ മൂന്നാമത്തെ പൊസിഷൻ ഇവിടെ കൊടുക്കുക, 4 ഇവിടെ കൊടുക്കുക. ക്ലിയർ ആയോ? ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. ഈ റൂള് പറയുന്നത്, ആദ്യം പറയുന്നത് എന്താ? കൈറാൽ കാർബണിനെ കണ്ടുപിടിക്കുക. 4 ഡിഫറെൻ്റ് ആറ്റങ്ങളാണ് നമ്മുടെ സെൻട്രൽ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അറ്റോമിക് നമ്പർ കൂടിയ ആൾക്ക് 1 കൊടുക്കുക, അതിന് താഴെയുള്ള ആൾക്ക് 2 കൊടുക്കുക. അങ്ങനെ റാങ്ക് കൊടുത്തു പോവുക. അടുത്ത പറഞ്ഞ എന്താ? കാർബണിന് ചുറ്റും ഒരേപോലത്തെ 2 ആറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരേപോലത്തെ 2 ആറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ആറ്റത്തെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റം ആരോ അവരിൽ ആർക്കാണോ അറ്റോമിക് നമ്പർ കൂടുതൽ അയാൾക്ക് ലീസ്റ്റ് പൊസിഷൻ കൊടുക്കുക. ആസ് എ റിസൾട്ട് ഇവരിൽ 2 പേരിൽ ഓക്സിജനാണ് വന്നിരിക്കുന്നത്. അറ്റോമിക് നമ്പർ കൂടുതൽ ഓക്സിജനാണ്. അപ്പോൾ റാങ്ക് കൂടുതൽ വേണ്ടത് ആർക്കാണ്? നമ്മുടെ ആ കാർബണിനാണ്. ഓക്കെ, ഇത് രണ്ടുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഇവിടെ അയോഡിൻ, ക്ലോറിൻ അല്ല ബ്രോമിൻ, ക്ലോറിൻ, C ഡബിൾ ബോണ്ട് OH, C ഡബിൾ ബോണ്ട് OH. നമുക്കറിയാം അയോഡിന് ഫസ്റ്റ് റാങ്ക്, ഇത് സെക്കൻഡ് റാങ്ക്, ഇത് തേർഡ് റാങ്ക്, ഫോർത്ത് റാങ്ക് ഇതിനാണ്. അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ട് ചെയ്യാം. അയോഡിൻ, ബ്രോമിൻ, CH2, CH3, C ഡബിൾ ബോണ്ട് OH. ഇങ്ങനെ ഒരു കോമ്പൗണ്ടാണ് തരുന്നതെങ്കിൽ ഇത് നമുക്കറിയാം, ഇതിന് ഫസ്റ്റ് പൊസിഷൻ, ഇതിന് സെക്കൻഡ് പൊസിഷൻ. ഇവരിൽ 2 പേരിൽ ആരാണെന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഹൈഡ്രജൻ ആറ്റം, കാർബണിന് ചുറ്റും 3 ഹൈഡ്രജൻ, കാർബണിൽ ഡബിൾ ബോണ്ട് വന്നാൽ ആ ഡബിൾ ബോണ്ടിനെ 2 ആറ്റമായിട്ട് വേണം പരിഗണിക്കാൻ. അതായത് C ഡബിൾ ബോണ്ട് O എന്നല്ലേ വന്നേക്കുന്നത്, അതിനെ നമ്മൾ പരിഗണിക്കേണ്ടത് COO എന്ന. C ഡബിൾ ബോണ്ട് Oയെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? കാർബണിന് കാർബണിന് ആ ഓക്സിജനുമായിട്ട് 2 ബോണ്ട് ഉണ്ടെന്നാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? അതനുസരിച്ച് പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ 1, 2, ഇത് 3, ഇവിടെ 4. ഡബിൾ ബോണ്ട് വന്നാൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഐസോട്ടോപ്പ് വരുവാന്ന് വെച്ചോ. എന്താ നോക്കിക്കോ, CH3, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. സെൻട്രൽ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൽ ഇത് 3 ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. 1H1, 1H2, 1H3. ഇത് ഡ്യൂട്ടീരിയം, ഇത് ട്രിഷ്യം. ഇവിടെ എല്ലാ അറ്റോമിക് നമ്പർ എത്രയാ? 1 ആണ്. അപ്പോൾ ഈ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ? 6 ആണ്. അറ്റോമിക് നമ്പർ കൂടിയ ആൾക്ക് ഫസ്റ്റ് റാങ്ക്. അപ്പോൾ അതാണ് 1ാമത്തെ റാങ്ക്. ഇനി ഇവർ 3 പേരിൽ എങ്ങനെയാണ്? ഇവർ 3 പേരിൽ 3 പേരുടെ അറ്റോമിക് നമ്പർ സെയിമാണ്. അപ്പോൾ പിന്നെ എങ്ങനെ കൊടുക്കും? അറ്റോമിക് മാസ് കൂടിയ ആരോ, അതായത് ഹയർ ദ അറ്റോമിക് മാസ്, ഐസോട്ടോപ്പിൻ്റെ കേസിലാണ് ഹയർ ദ അറ്റോമിക് മാസ്, ബെറ്റർ ദ റാങ്ക്. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് മാസ് കൂടുതൽ ആർക്കാ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അറ്റോമിക് മാസ് കൂടുതൽ ഇതിനാണ്. അപ്പോൾ 2 ഇതിന് കൊടുക്കണം, അടുത്ത 3 ഇതിന് കൊടുക്കണം, 4 ഇവിടെ കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണോ?
ക്ലിയർ ആണ്? ഐസോട്ടോപ്പിൻ്റെ കേസിൽ അങ്ങനെയാണ്. ഇനി നോക്കിയേ, NCH3 NH2 Cl ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഇതിൽ നൈട്രജൻ ആണ്, 4 sp3 ഹൈബ്രിഡൈസേഷൻ ആണ്, 4 ബോണ്ടുണ്ട്. ആ 4 ആൾക്കാർ ഡിഫറൻ്റ് ആണ്. ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് നിൽക്കുന്നത്. സെൻട്രൽ ആറ്റവുമായിട്ട് ഇത് കൈറാൽ സെൻറ്റർ ആണ്. കൈറാൽ സെൻറ്ററുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൽ അറ്റോമിക് നമ്പർ കൂടുതൽ ആർക്കാണ്? ക്ലോറിനാണ്. അത് ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് ഇവിടെ കൊടുത്തു, 1 കൊടുത്തു. അടുത്ത നൈട്രജൻ ആണോ കാർബൺ ആണോ അറ്റോമിക് നമ്പർ കൂടുതൽ? നൈട്രജന് അറ്റോമിക് നമ്പർ 2. ലോൺ പെയറിന് എപ്പോഴും 4th പൊസിഷനേ കൊടുക്കാവൂ. അതാ പറഞ്ഞു വന്നത്. ലോൺ പെയർ ഉണ്ടെങ്കിൽ ലോൺ പെയറിന് ലീസ്റ്റ് പൊസിഷൻ കൊടുക്കുക. നൈട്രജൻ കഴിഞ്ഞിട്ടേ ആർക്ക് വരത്തുള്ളൂ? കാർബണിന് വരത്തുള്ളൂ. അപ്പം ലീസ്റ്റ് പൊസിഷൻ ഓർ 4th പൊസിഷൻ ആർക്കാണ്? ലോൺ പെയറിന് 4th പൊസിഷൻ കൊടുക്കുക. ലോൺ പെയറിന് വേണം എന്ത് കൊടുക്കാൻ? 4th പൊസിഷൻ കൊടുക്കാൻ. ഇനി ഇതിൻ്റെ കോൺഫിഗറേഷൻ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ നമ്മൾ 1, 2, 3 പൊസിഷൻ കൊടുത്തു. 1, 2, 3, 4 റാങ്ക് കൊടുത്തു. ഇതിൽ 4ാമത്തെ ഗ്രൂപ്പിനെ മറച്ചു വെച്ചുകൊണ്ട് 1, 2, 3, 4 നമ്പർ കൊടുത്തേക്കുക. 4ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. 1ൽ നിന്നും 3-ലെത്തുന്നത് ഒന്നുകിൽ ക്ലോക്ക് വൈസ് വഴിയായിരിക്കും. അടുത്ത നോക്കിയേ, 1, 4, 2, 3. 4നെ ശ്രദ്ധിക്കുന്നതേ ഇല്ലേ? 1, 2, 3 എവിടെയാണ് എത്തുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. ഒന്നുകിൽ 1ൽ നിന്ന് 3ലേക്ക് ക്ലോക്ക് വൈസ് വഴി വരാം, അല്ലെങ്കിൽ 1ൽ നിന്ന് 3ലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് വഴി വരാം. ക്ലോക്ക് വൈസ് വഴിയാണ് 3-ലെത്തുന്നതെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ 6ഉം, ആൻറ്റി ക്ലോക്ക് വൈസ് വഴിയാണ് 3-ലെത്തുന്നതെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ എസ്സും ആയിരിക്കും. കൺഫ്യൂഷൻ ഉണ്ട് മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചോളുക. ദാ ഇങ്ങോട്ട് നോക്കുക. സെൻട്രൽ ആറ്റം അയോഡിൻ, ക്ലോറിൻ, അയഡിൻ, ബ്രോമിൻ, ക്ലോറിൻ. അടുത്ത CH3 ഗ്രൂപ്പ്. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമ്പർ കൊടുക്കുക. നമ്പർ കൊടുക്കുമ്പോൾ 1, 2, 3, 4 ഇങ്ങനെയല്ലേ നമ്പർ കൊടുക്കുന്നത്? നമ്പറൊക്കെ കൊടുത്തു, പ്രയോറിറ്റി എല്ലാം കൊടുത്തു, ഓക്കെയാണ്. ഇങ്ങനെ റാങ്ക് കൊടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി 4നെ നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. 1ൽ നിന്നും 3-ലെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. 1ൽ നിന്ന് 3-ലെത്തുന്നത് എങ്ങനെയാണ്? 1, 2, 3 ഇങ്ങനെയല്ലയോ കിടക്കുന്നത്? ഇത് ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഏത് കോൺഫിഗറേഷനാണെന്നാ പറഞ്ഞേ? R കോൺഫിഗറേഷനാണ്. ഇനി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. 1 അയഡിൻ, ബ്രോമിൻ, ക്ലോറിൻ. 1-ന്ന് 3 വന്നിരിക്കുന്നത് എങ്ങനെയാ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇടത്തോട്ട് തിരിഞ്ഞാൽ വന്നേക്കുന്നത്, വലത്തോട്ട് തിരിഞ്ഞല്ല പോയേക്കുന്നത് അല്ലേ? 1-ന്ന് 4ലേക്കാണ് വന്നേക്കുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ കോൺഫിഗറേഷൻ എന്താണ്? യെസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. CH3 IBr Cl. ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. 1ൽ നിന്നും 3-ലെത്തുക. 1ൽ നിന്നും 3-ലെത്തുക, നമ്മുടെ ഇതിലെത്തുകയാണ്. പക്ഷേ 4നെ കട്ട് ചെയ്തുകൊണ്ട് വേണ്ടേ വരാൻ? 4നെ കട്ട് ചെയ്തുകൊണ്ട് വരാൻ. അപ്പം നമ്മളിപ്പോൾ നോർമലി നോക്കുകയാണ്, 1ൽ നിന്നും 3-ലെത്താൻ R കോൺഫിഗറേഷനാണ്, റൈറ്റിലോട്ടാണ് പോയിരിക്കുന്നത്. മക്കളെ ഒന്ന് ശ്രദ്ധിച്ച് എഴുതുക. നമ്മുടെ വീക്ക് പൊസിഷൻ അല്ലെങ്കിൽ 4th ഗ്രൂപ്പ് നിൽക്കുന്നത് ഹൊറിസോണ്ടൽ പൊസിഷനിലാണെങ്കിൽ, 4th ഗ്രൂപ്പ് നിൽക്കുന്നത് എവിടെയാണെങ്കിൽ? ഹൊറിസോണ്ടലിലാണെങ്കിൽ, ഇഫ് ദ 4th ഗ്രൂപ്പ് ഈസ് ഇൻ ഹൊറിസോണ്ടൽ പൊസിഷൻ, നമ്മൾ നമുക്ക് അന്നേരം കിട്ടുന്ന 4നെ മറച്ചു വെച്ചുകൊണ്ട് കിട്ടുന്ന കോൺഫിഗറേഷൻ കണ്ടുപിടിക്കുക. അതിനെ എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ഓഫ് ദാറ്റ് കോൺഫിഗറേഷൻ ആയിരിക്കും. റിവേഴ്സ് ഓഫ് ദാറ്റ് കോൺഫിഗറേഷൻ ആയിരിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇതാ ഇതുവരെ നമുക്ക് ആ വെർട്ടിക്കൽ കോളത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു.
ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ ഫോർത്ത് ഗ്രൂപ്പ് എവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഹൊറിസോണ്ടൽ റോയിലാണ്, ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ നിന്നും ഇങ്ങോട്ട് ഏത് ഡയറക്ഷനാണെന്ന് നോക്കുക. ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസാണ്. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അത് ഏതാണ്? ആർ കോൺഫിഗറേഷൻ ആണ്. പക്ഷേ ഫോർത്ത് ഗ്രൂപ്പ് നിൽക്കുന്നത് ഹൊറിസോണ്ടലിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏതോ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. നമുക്ക് കിട്ടുന്നത് ആറല്ലേ? ആറിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? അല്ല, തിരിച്ചാണ് അല്ലേ? തിരിച്ചാ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ അല്ലേ? 1 നിന്നും 3 അത് ശരിയാ. 1 നിന്നും 3 ക്ലോക്ക് വൈസ് വരിക. പക്ഷേ ഇവിടെ ഫോർത്ത് ഗ്രൂപ്പ് നിൽക്കുന്നത് എവിടെയാണ്? ഹൊറിസോണ്ടലിലാണ്. അതുകൊണ്ട് അത് റിവേഴ്സ് ചെയ്യുക. ഏത് കോൺഫിഗറേഷനാണ്? എസ് കോൺഫിഗറേഷനാണ്. നമുക്ക് ചെയ്തതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നോക്കിക്കോ, ഇവിടെ തൊട്ടല്ലേ തുടങ്ങിയേ? 1, 2, 3. ഫോർത്ത് നിൽക്കുന്നത് എവിടെയാണ്? വെർട്ടിക്കലിലാണ്. നമ്മളൊന്നും നോക്കണ്ട. 1 നിന്ന് 3 ഏത് ഡയറക്ഷൻ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ കോൺഫിഗറേഷൻ എന്താണ്? എസ് കോൺഫിഗറേഷൻ ആണ് അല്ലേ? ഫസ്റ്റിൽ നിന്ന് 3 എങ്ങനെ? വലത്തോട്ടാണോ? അല്ല, 2 കൂടെ 3 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിൽ ഏത് കോൺഫിഗറേഷൻ? എസ് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ 1, 2, 3. 1, 2, 3. ഇവിടെയും ഏത് കോൺഫിഗറേഷൻ തന്നെയാ? എസ് കോൺഫിഗറേഷൻ തന്നെയാണ്. ഇനി അടുത്ത നോക്കാം. 1, 2, 3. ഇവിടെയും കോൺഫിഗറേഷൻ എന്താണ്? എസ് ആണ്. നമ്മൾ ആ രീതിയിലാണ് എഴുതി പോയേക്കുന്നത് അല്ലേ? നെക്സ്റ്റ് നോക്കാം. 1, 2, 3 എസ് കോൺഫിഗറേഷൻ. നോക്കിക്കോ, 1, 2, 3 ഇവിടെ അല്ലേ എത്തണ്ടേ? 1, 2, 3 ഇവിടെയാ എത്തണ്ടേ? ഏത് ഡയറക്ഷനിലാണ് പോകണ്ടേ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ എസ് ആണ് കിട്ടേണ്ടത്. പക്ഷേ നമ്മുടെ ഫോർത്ത് ഗ്രൂപ്പ് ഇരിക്കുന്നത് എവിടെയാ? ഹൊറിസോണ്ടലാണ്. നമുക്ക് കിട്ടുന്നത് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. നമുക്ക് 1, 2, 3 എങ്ങനെയാണ് വന്നേക്കുന്നത്? നമുക്ക് എസ് ആണ് കിട്ടുന്നത്. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് വേണം എടുക്കാൻ. അതുകൊണ്ട് ഇവിടുത്തെ കോൺഫിഗറേഷൻ എന്ത് കോൺഫിഗറേഷനാണ്? ആർ കോൺഫിഗറേഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1 ഇത് സെക്കൻഡ് ആണല്ലേ? 1, 2, 3 ഇതും എങ്ങനെയാണ് വന്നേക്കുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ ശരിക്കും എസ് ആണ്. പക്ഷെ ഫോർത്ത് ഇരിക്കുന്നത് ഹൊറിസോണ്ടലിലാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണം. ഓപ്പോസിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആർ കോൺഫിഗറേഷൻ വരും. ആർ കോൺഫിഗറേഷൻ വരും. നെക്സ്റ്റ് നോക്കിയേ, ലോൺ പെയർ വരിക. ലോൺ പെയർ വരുവാണെങ്കിൽ അത് ഫോർത്ത് പൊസിഷനാണ്. അത് നമ്മൾ നോക്കണ്ട. ഇങ്ങനെയാണെങ്കിൽ 1, 2, 3 റൈറ്റിലോട്ടല്ലേ പോയേക്കുന്നത്? ക്ലോക്ക് വൈസ് അല്ലേ പോയേക്കുന്നത്? ക്ലോക്ക് വൈസ് ആണെങ്കിൽ കോൺഫിഗറേഷൻ ആർ കോൺഫിഗറേഷനാണ്. അടുത്ത 3 ഡയമെൻഷണലിൻ്റെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയേ. ഇതിൻ്റെ ആറാണോ എസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ആറാണോ എസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഇതാണ് കൈറാൽ കാർബൺ. ഇതിൽ ഒരു CH2 CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. I ഉണ്ട്, H ഉണ്ട്. എന്ത് ചെയ്യുക? ഇതാണ് ഫസ്റ്റ് പൊസിഷൻ. ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്താണ്. വെഡ്ജ് ഡാഷിലാണ് വരുന്നതെങ്കിൽ അത് നമ്മളൊന്നും നോക്കണ്ട, ഒന്നും തിരിക്കുകയൊന്നും വേണ്ട. ഡാഷിലാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് 1 നിന്ന് 3 അല്ലേ? 1 നിന്ന് 3 ക്ലോക്ക് വൈസ് ആണ്. ആർ കോൺഫിഗറേഷനാണ്. സോ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? ആറാണ്. അതേ സമയത്ത് നമ്മുടെ ഫോർത്ത് പൊസിഷൻ വന്നിരിക്കുന്നത് ഡാഷിലല്ലെന്ന് വിചാരിക്കാതെ നോക്കിക്കോ. ഫോർത്ത് ഗ്രൂപ്പ് വന്നിരിക്കുന്നത് ഡാഷിലല്ല, പകരം വെഡ്ജിലാണെന്ന് വിചാരിക്കുക. ഇവിടെയാണ് അയഡിൻ വന്നിരിക്കുന്നത്. അയഡിനാണ് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്, ഇതാണ് തേർഡ് ഗ്രൂപ്പ്. ഫസ്റ്റിൽ നിന്ന് തേർഡിലെത്തുമ്പോൾ കിട്ടുന്ന കോൺഫിഗറേഷൻ ഏതാ? ആറാണ്. പക്ഷേ നമ്മുടെ ഫോർത്ത് ഗ്രൂപ്പ് വന്നിരിക്കുന്നത് ഡാഷിലല്ല, വെഡ്ജിലാണ്. ഫോർത്ത് ഗ്രൂപ്പ്, ഇഫ് ദ ഫോർത്ത് ഗ്രൂപ്പ് ഈസ് നോട്ട് ഇൻ ഡാഷ് ലൈൻ, അതായത് ഫോർത്ത് ഗ്രൂപ്പ് ഡാഷ് ലൈനിലല്ല എങ്കിൽ ഫൈൻഡ് ദ കോൺഫിഗറേഷൻ ആൻഡ് റിവേഴ്സ് ഇറ്റ്. അതിനുശേഷം എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്താൽ മാത്രം മതി. ആൻഡ്
റിവേഴ്സിൽ. ഇതാ നോക്കിയേ, ഹൈഡ്രജൻ ഡാഷിലാണ്, അല്ല വെഡ്ജിലാണ്, ഡാഷിലല്ല. നമ്മൾ നോർമലി 1, 2, 3 നമുക്ക് ഏത് കോൺഫിഗറേഷൻ കിട്ടി? ആർ കോൺഫിഗറേഷൻ കിട്ടി. ഫോർത്ത് ഗ്രൂപ്പ് ഡാഷിലല്ലാത്തത് കൊണ്ട് അതിനെ അങ്ങ് തിരിച്ചു. അത് ഏത് കോൺഫിഗറേഷനായിട്ട് മാറും? എസ് കോൺഫിഗറേഷനായിട്ട് മാറും. ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? എസ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് ആറാണോ എസ് ആണോ കോൺഫിഗറേഷൻ എന്നറിയാൻ വേണ്ടി ഒരു റൂളിൻ്റെ ബേസിസിൽ വേണം അത് ചെയ്യാനായിട്ട്. അത് ഏത് റൂളാ? കാൺ, ഇൻഗോൾഡ് ആൻഡ് എന്താ പ്രലോഗാണ്. ഞാൻ നോക്കിയേ മക്കളെ, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തരിക നിങ്ങളുടെ CH3OH NH3 Cl ഫ്ലൂറിൻ CH3. എന്താ നോക്കിയേ, ഇതിൽ കൈറാൽ കാർബൺ ഉണ്ടോ? ഓരോ പോയിന്റും എന്താണെന്നാണ് ഞാൻ പറഞ്ഞേ? കാർബണാണ്. അപ്പോൾ ഇത് കാർബണാണ്, ഇത് കാർബണാണ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? 1, 2, 3, 4 കാർബണാറ്റമുള്ള ഒരു കോമ്പൗണ്ടാണ്. ഇതിൽ 3 ഹൈഡ്രജൻ ഉണ്ട്, അത് കൈറാൽ കാർബൺ അല്ല. ഇതിൽ 4 4 ഗ്രൂപ്പാണ്, അതുകൊണ്ട് ഇത് കൈറാൽ കാർബൺ ആണ്. ഇവിടെയും 4 4 ഗ്രൂപ്പാണ്, ഇതും കൈറാൽ കാർബൺ ആണ്. ദെൻ ഇത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ് കാർബൺ. ഈ സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും കോൺഫിഗറേഷൻ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ഇതാ നോക്കിയേ, ഈ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു കാർബൺ, ഇവിടെയും ഒരു കാർബൺ, ഇവിടെ ഓക്സിജൻ, ഇവിടെ നൈട്രജൻ. അറ്റോമിക് നമ്പർ കൂടുതൽ ആർക്കാ? ഓക്സിജൻ ആണോ നൈട്രജൻ ആണോ? നൈട്രജൻ, ഓക്സിജൻ എന്നാണ് വരുന്നത്. അറ്റോമിക് നമ്പർ കൂടുതൽ ഓക്സിജൻ ആണ്, അതുകൊണ്ട് ഫസ്റ്റ് റാങ്ക് ഓക്സിജന്, സെക്കൻഡ് റാങ്ക് നൈട്രജന്, തേർഡ് റാങ്ക് CH3ക്ക് വരുമോ? ഇവിടെ വരുമോ? ഈ കാർബണിനെ ചുറ്റി ഒരു Cl ഉണ്ട്, F ഉണ്ട്, CH3 ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത് തേർഡാണ്. 1 നിന്ന് 3 നമ്മുടെ ഫോർത്ത് പൊസിഷൻ, ഫോർത്ത് റാങ്ക് ഉള്ള ആൾ വെർട്ടിക്കലിലാണ്, ഹൊറിസോണ്ടലിലല്ല. 1 നിന്ന് 3 ഏത് ഡയറക്ഷൻ വഴിയാ? ആൻറ്റി ക്ലോക്ക് വൈസാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ കോൺഫിഗറേഷൻ എന്താണ്? എസ് കോൺഫിഗറേഷനാണ്. ദാറ്റ് മീൻസ് ഈ കോമ്പൗണ്ടിൽ രണ്ടാമത്തെ കാർബണിൻ്റെ കോൺഫിഗറേഷൻ എസ് കോൺഫിഗറേഷനാണ്, 2s ആണ്. ഇനി മൂന്നാമത്തെ കാർബൺ നോക്കാം. ഇവിടെ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൽ ക്ലോറിന് 1, ഫ്ലൂറിന് 2, ഇത് ഫോർത്താണ്, ഇതല്ലേ തേർഡ്, ഇതല്ലേ തേർഡ്. അപ്പോൾ 1 നിന്ന് 3 ദാ 1 നിന്ന് 3 1 നിന്ന് 3 4നെ മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഹൊറിസോണ്ടലാണെങ്കിൽ മാത്രമേ റിവേഴ്സ് ചെയ്യൂ. 4 അവിടെ നിന്നോട്ടെ. 1 നിന്ന് 3 ഏത് ഡയറക്ഷനാ? ക്ലോക്ക് വൈസാ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ കോൺഫിഗറേഷൻ ഏത് കോൺഫിഗറേഷനാ? ആർ കോൺഫിഗറേഷനാണ്. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ കോൺഫിഗറേഷൻ 2s 3r ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. ആർ ആൻഡ് എസ് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാനുള്ള റൂള് ഓർത്ത് വെച്ചേക്കുക. എന്താണ് റൂൾ പറയുന്നത്? ആദ്യം ഒപ്റ്റിക്കൽ കാർബണിനെ കണ്ടുപിടിക്കുക, അതായത് കൈറാൽ കാർബണിനെ കണ്ടുപിടിക്കുക. കൈറാൽ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റങ്ങളുടെ അറ്റോമിക് നമ്പർ നോക്കുക. ഹയസ്റ്റ് അറ്റോമിക് നമ്പർ ആർക്കോ അതിനാണ് ഫസ്റ്റ് റാങ്ക്, അതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. ദെൻ അങ്ങനെ അറ്റോമിക് നമ്പറിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ നമ്പർ കൊടുക്കുക. ഒരേപോലത്തെ ആറ്റങ്ങൾ നമ്മുടെ കൈറാൽ കാർബണിൽ ടച്ച് ചെയ്താൽ നമ്മൾ നോക്കണം ആ കാർബണിനെ അറ്റാച്ച് ചെയ്ത് വരുന്നതിൽ അറ്റോമിക് നമ്പർ ആർക്കാ കൂടുതൽ, അങ്ങനെ വെച്ച് പ്രയോറിറ്റി കൊടുക്കുക. ദെൻ 4ാമത്തെ ഗ്രൂപ്പ് നോക്കിയേ വേണ്ട. 1 നിന്ന് 3 1 നിന്ന് 3 ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആറാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എസ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർത്ത് ഗ്രൂപ്പ് ഹൊറിസോണ്ടലിൽ വന്നാൽ, ഫോർത്ത് ഗ്രൂപ്പ് നമ്മുടെ ഇങ്ങനെയുള്ള ലെഫ്റ്റ് ടു റൈറ്റിൽ വന്നാൽ നമുക്ക് കിട്ടുന്ന കോൺഫിഗറേഷൻ്റെ റിവേഴ്സ് വേണം എടുക്കാൻ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ബേസ് ചെയ്തുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. എല്ലാം കൂടെ ആദ്യം ഈ തിയറി എന്താണോ നമ്മൾ പറഞ്ഞത് അത് നല്ലപോലെ അങ്ങ് പഠിച്ചു വെക്കുക. ഇതിനെ ബേസ് ചെയ്തുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഇതിനെ ഇനി പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്. ഓക്കെ ബൈ.